ഇത്രയും ചേച്ചി എടുത്ത് പറയണത് കുറച്ച് ലോങ് ആയിപ്പോയി. ആ ചേച്ചിക്ക് വേണ്ടി ഇത്രയും സമയം നമ്മുടെ ജീവിതത്തിന്റെ 12 മിനിറ്റ് മാറ്റി വെച്ചത് തന്നെ വലിയ പാടുള്ള കാര്യമാണ്. കാരണം അത്രയും വൃത്തികെട്ട ഒരു സാധനമാണ് അത്. അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. നമുക്ക് വോയിസ് ഉള്ളിടത്താണ് നമ്മൾ സംസാരിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ചാവണം. ഇത് മാലാഖയുടെ മുഖം വെച്ചിട്ട് പിശാചിന് സ്വഭാവമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് കേട്ടോ. എന്റെ അമ്മ എന്നെ വിളിക്കുന്നത് എന്നാ പറയാ, അപ്പൂച്ചേന്ന് വിളിക്കുന്നത്. സ്നേഹത്തോട് ഇതുപോലെ അപ്പൂച്ചേന്ന് വിളിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെ തല്ലാൻ തോന്നിയെന്ന് ഉറപ്പിച്ച് നിങ്ങളുടെ അടുത്ത് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് മുന്നിൽ ഒരു സ്ത്രീയെ എനിക്ക് എന്റെ മുന്നിൽ കണ്ടാൽ നിങ്ങളെ കാരണം അടിച്ച് പൊട്ടിക്കുമെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഒരാൾക്ക് ഞാൻ തല്ലിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ചങ്കൂറ്റത്തോടെ പറയാനായിട്ട്, അല്ലാതെ അവൻ എന്നെ വെട്ടി ഇവൻ എന്നെ വെട്ടി എന്ന ചതിയിലൂടെ പറയുന്ന ടീംസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ത്രീയോട് ഇതേ എനിക്ക് പറയാനുള്ളൂ. ചങ്കൂറ്റത്തോടെ ഞാൻ പറയും, ഒരാളെ തല്ലിയിട്ടുണ്ടെങ്കിൽ തല്ലിയെന്ന്. മനസ്സിലായോ? പിന്നെ എന്നെ പറയുന്ന അറിയോ, സൂര്യയെ രണ്ടുകൂടെ കൂടി കൊല്ലൂ എന്നൊക്കെ ഇന്നലെ വന്ന് കമന്റ് ഇട്ടു. ഇവളെ സ്വന്തം അപ്പനെ കൊന്നിട്ട് വന്നിട്ടാണ് ഇവൾ ഈ സംസാരിക്കുക. എനിക്ക് തോന്നുന്നു അവള് സ്വന്തം അപ്പനെ കൊന്നിട്ടായിരിക്കും ഇതിനകത്ത് വന്ന് ഈ ഇരുന്ന് ചിലക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ ഈ ചാനലിൽ ഇങ്ങനത്തെ നെഗറ്റീവ് സത്യമായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. കാരണം ലോകത്തിലെ ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടുള്ള മിനി വ്യക്തി ഏത് കുടുംബത്തിലാണ് എവിടത്തെയാണെന്ന് അറിയത്തില്ല. അവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയുന്നു. കാരണം ഈ ഒരു വൃത്തികെട്ട സ്ത്രീ കാരണമാണ് ഞാൻ ഈ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. രാവിലെ എണീറ്റ് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ, അതിന് പോയിട്ട് വന്നതാണ്. അപ്പൊ ആ വീഡിയോ നാളെ വരത്തുള്ളൂ. ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിനിപ്പോ നമ്മൾ പെൻഡിങ് വെച്ചേക്കുന്ന നമ്മുടെ ക്യൂഎൻഎ ഉണ്ടാണല്ലോ, ഒത്തിരി വൈകിട്ട് പോകാൻ വേണ്ടി പറ്റില്ല. കാരണം ഇന്നലെ നമുക്ക് ഇടാൻ വേണ്ടി പറ്റിയില്ല. കാരണം ഇന്നലെ എല്ലാം ഫുള്ള് കടയിലായിരുന്നു. രാത്രി വന്നിട്ടൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കുഞ്ഞിനെ കാണാൻ പോയി. ഇന്നലെ ഫുള്ള് കടയിലായിരുന്നു. ഇന്നലെ രണ്ടുപേരും കടയിൽ ഇല്ലായിരുന്നു. ഒരാളുടെ അമ്മയുടെ അമ്മയ്ക്ക് ഒരു ചെറിയ വയ്യാഴിക, ഒരാളുടെ അച്ഛന്റെ ചേട്ടനായിട്ട് വരുന്ന ഒരാൾ മരണപ്പെട്ടു. അപ്പൊ ഇന്നലെ അത് കഴിഞ്ഞ് അടക്കിനൊക്കെ ശേഷം ചേച്ചി വൈകിട്ടാണ് വന്നത്. അപ്പൊ നമ്മള് ഇന്നലെ ഫുള്ള് കടയിലായിരുന്നു. ഇന്നലെ കുഞ്ചൂസ് ആണെങ്കിൽ ഇങ്ങനെ ഡേറ്റ് ഒക്കെ ആയിട്ട് ഇരുന്നിട്ട് ഭയങ്കര പെയിന് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇന്നലെ ഞങ്ങൾ രണ്ടും ഇത്തിരി അല്ലെ കുറെ നാൾ കൊണ്ട് എല്ലാം നമ്മൾ എല്ലാ ദിവസവും കടയിലുണ്ട്. ഇന്നലെ പെയിനും എടുത്ത് നമ്മള് ഇരുന്ന് കുറെ നേരം. അപ്പൊ ഞാൻ ഇപ്പഴത്തെ കടയിലായിരുന്നു. ഇവിടെ ഇപ്പുറത്തെ കാര്യം ഒന്നാമത്തെ കാര്യം ഇപ്പുറത്തെ ക്യാമറ ഉള്ളായിരുന്നു. ഇപ്പോഴാണ് അപ്പുറത്തെ ക്യാമറ വെച്ചത്. എന്താന്ന് വെച്ചാൽ ഇവരെ തല കറങ്ങോ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ എനിക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അപ്പുറത്ത് ഇനി ഞാൻ പോയിട്ട് റീലൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. എന്റെ റീൽസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലും അതിനുണ്ട്. ഞാൻ റീലൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ വാട്സപ്പിൽ ഫുള്ള് ബ്രോഷർ ഇങ്ങനെ ആഡ് ചെയ്യുമായിരുന്നു. ഓരോ ഐറ്റംസ് ഇങ്ങനെ കസ്റ്റമർ നിങ്ങൾക്ക് ഇപ്പൊ കുഞ്ഞുങ്ങളുടെ എന്ത് ഐറ്റം വേണേലും നമ്മുടെ 88, 48, 65, 79, 61 അതിനകത്ത് കയറി നോക്കുവാണെങ്കിൽ വാട്സപ്പിൽ കയറി നോക്കുവാണെങ്കിൽ ബ്രോഷറിൽ എല്ലാ ലിസ്റ്റും കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും കാറ്റലോഗിനകത്ത് കേട്ടോ. അപ്പൊ അതല്ലായിരുന്നു എന്റെ പണി. ഇനിയിപ്പോ ഒരു 3-4 ദിവസം കൊണ്ട് ഫുൾ അപ്ഡേറ്റ് ആവും. അപ്പൊ നിങ്ങൾക്ക് കുഞ്ഞിന് എന്ത് സാധനം വേണോ അതെല്ലാം ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. വലിയ കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് മേടിക്കാം കേട്ടോ. യെസ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ Q&Aയുടെ ബാക്കിയാണ്. അതിനിപ്പുറം കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്, അല്ലെങ്കിൽ ശരിയാകത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ കുറെ നാളായിട്ട് ഇങ്ങനെ ഒരാൾക്കെതിരെ നമ്മൾ റിയാക്ട് ഒന്നും ചെയ്യാൻ അതിന്റെ ആവശ്യമില്ല. കാരണം ഇതിനൊന്നും വലിയ വാല്യൂ കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് കൊടുക്കാതിരുന്നത്. പിന്നെ ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഒരു അളവ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു വരുമല്ലോ. ഇപ്പം എന്റെ മുഖത്ത് നോക്കിയിട്ട് എന്റെ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യും. അത് നോർമൽ എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ഒരു പെട്ടെന്നൊരു റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്നൊരു ദേഷ്യ കാര്യങ്ങൾ വരും. ഇത് ഗ്രാജുവലി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ക്ഷമിക്കാൻ പഠിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ ഒത്തിരി ക്ഷമിപ്പിക്കാൻ വേണ്ടി പഠിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ കുറേയൊക്കെ ക്ഷമിച്ച് അങ്ങോട്ട് ഇരിക്കുന്നത്. കുറേ അങ്ങ് ക്ഷമിച്ച് ഇത്രയും കാലം പോയത്. നമ്മൾ നിയമത്തിന്റെ വഴിക്ക് തന്നെ വിട്ടുകൊടുത്ത എല്ലാ കാര്യങ്ങളും. വലിയ ക്രിമിനൽസിന് പുറകെ ആയിരിക്കാം എല്ലാ നിയമവ്യവസ്ഥ എല്ലാം എപ്പോഴും പോകുന്നത്. അപ്പൊ ഇതുപോലത്തെ ചെറിയ സാധനങ്ങളുടെ പുറകെ ഒന്നും ആരും മൈൻഡ് ചെയ്തില്ല. അതാണ് അവരും ആ ഒരു വാല്യൂ കൊടുക്കത്തില്ല ഇതിനൊന്നും. അപ്പൊ നമ്മുടെ ലൈഫിൽ ഇപ്പൊ എന്നെ പറയും, നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നു. അപ്പൊ ഇതിനൊന്നും വലിയ വാല്യൂ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് നമ്മൾ തന്നെ റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ തന്നെ ഇനി റിയാക്ട് ചെയ്തേക്കാന്ന് വെച്ചത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എല്ലാവരോടും ആദ്യം തന്നെ സോറി. യൂട്യൂബിലൂടെ നമുക്കെതിരെ പറയുന്നതുകൊണ്ടാണ് യൂട്യൂബിലൂടെ പറയുന്നത്. നേരിട്ടാണ് നമ്മുടെ അടുത്ത് പറയുന്നത്, നേരിട്ട് തന്നെ പറയാൻ തയ്യാറാണ്. പക്ഷേ ഈ ഫീരു എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ അഡ്രസ്സ്, എന്റെ ഫോൺ നമ്പർ എല്ലാം എന്റെ ചാനലിൽ ഇട്ടിട്ടാണ് ഞാൻ ആർക്കെതിരാണെങ്കിലും റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് പേടിയാണ്. അതുകൊണ്ട് നീ നിയമം വഴി കണ്ടുപിടിച്ചിട്ട് എന്റെ അടുത്ത് വരൂ, അതില്ലേ അതിന്റെ ഇതെന്നാണ് പറയുന്നത്. ആ വ്യക്തിയുടെ പേര് മിനി സെബാസ്റ്റ്യൻ എന്നാണ്. എനിക്ക് അറിയത്തില്ല എവിടെയാണ് താമസിക്കുന്നത്, എന്തുവാണെന്ന്. അവർ കറക്റ്റ് ആയിട്ട് അഡ്രസ്സ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ ചോദിച്ചു നോക്കി. ആ മേഡത്തിന്റെ അടുത്ത് അല്ലെങ്കിൽ ആ അമ്മച്ചിയുടെ അടുത്ത് ഒരുപാട് ചോദിച്ചു. അഡ്രസ്സ് നിങ്ങളുടെ എവിടെയാണ് അഡ്രസ്സ്, നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ, ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അതോ ഒന്ന് കണ്ടാൽ മതി കേട്ടോ നിങ്ങളെ. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അപ്പം
എന്താ പറയണ്ടത്, നമുക്ക് സ്ത്രീകളോടെല്ലാം ബഹുമാനമുണ്ട്. എല്ലാം എന്റെ ഭാര്യ സ്ത്രീയാണ്, ഇവിടെ എന്റെ അമ്മ കുമാരിയും എല്ലാവരും എന്റെ മക്കൾ 2 പേരും പെൺകുഞ്ഞുങ്ങളാണ്. എല്ലാ സ്ത്രീകളോടും ബഹുമാനമുണ്ട്. പക്ഷേ ഈ സ്ത്രീ എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വൃത്തികെട്ട ഒരു സ്ത്രീയാണ്. അത് അവർ വായിന്ന് വരുന്നത്, അതായത് ഒരു പെൺകുട്ടിക്ക്, എന്റെ അനിയത്തിക്ക് കുഞ്ഞിന് മുലയൂട്ടിയതിന്, അതായത് നമ്മളത് പറയേണ്ട ഒരു സാഹചര്യം ചില സാഹചര്യങ്ങളിൽ വന്നാണ്. അതെന്റെ ഫാമിലി മാറ്റാണ്. എന്റെ പെങ്ങള്, എന്റെ അമ്മ, അത് അവര് റിയാക്ട് ചെയ്ത് എന്റെ പല യൂട്യൂബിലൂടെ പറഞ്ഞ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഞാനും റിയാക്ട് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഈ വ്യക്തി എന്ത് ബന്ധത്തിന്റെ പേരിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്? നമ്മൾ ഒരു വിഷയം, ഞങ്ങൾ സൈബർ സെല്ലിൽ വന്നിട്ട് ഞാനും എന്റെ അനിയത്തിയോട് കോംപ്രമൈസ് ആയി പോയ വിഷയം അവൾ പിറ്റേ ദിവസം വന്ന അവളിട്ടേക്കാണ്, അവര് തമ്മിൽ പ്രശ്നങ്ങൾ തീർന്നു. ഇനി എന്താണ്? അവൾ അതിനിടയ്ക്കും കിടന്ന് കളിച്ച് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആൾക്കാരെ സംസാരിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഈ വൃത്തിയായിട്ട സ്ത്രീ അതിന് ഒരു കുറെ ഇവർക്ക് കറവ പശു എന്ന് പേരിട്ടുണ്ടായിരുന്നു. വേറെന്തോ ജേഴ്സി പശു എന്നാണ്. അവളൊരു സ്ത്രീയാണ്, മുലയൂട്ടിയ ഒരു അമ്മ ആയിരിക്കാം എന്നാ എനിക്കൊരു അവര് പറയുന്ന ഇടയ്ക്ക് ഏതോ ഒരു വീഡിയോയ്ക്കകത്ത് എന്താ പ്രസവിച്ചപ്പോ കൂടെ അമ്മ ഉണ്ടായിരുന്നു എന്തൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീഡിയോ നിങ്ങളുടെ കുറെ കണ്ടിട്ടുണ്ട്. കാരണം നമ്മളെ കുറിച്ചാണല്ലോ അതിനകത്ത് എല്ലാ വീഡിയോസും ചെയ്ത് മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട് കേട്ടോ. അല്ലാതെ ചേച്ചിയുടെ ചാനലിൽ കുത്തിയിരിക്കുന്നതല്ല, എന്നെ കുറിച്ച് മാത്രം ചെയ്ത്, ഇവളെ കുറിച്ച് മാത്രം ചെയ്ത് മോണിറ്റൈസേഷൻ ഓൺ ആക്കിയ ചേച്ചി ആയതുകൊണ്ട്, അമ്മച്ചി ആയതുകൊണ്ട് മാത്രം കാണുന്നതാണ് കേട്ടോ. അപ്പം ഓക്കെ. അപ്പം ഇവിടെ ജേഴ്സി പശു എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ എല്ലായിടത്തും സർവീസ് ഉണ്ടോ ജേഴ്സി പശുവിനെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും വൃത്തികെട്ട ഒരു സ്ത്രീയാണ് മിനി സെബാസ്റ്റ്യൻ. അവർക്ക് എനിക്ക് അറിയത്തില്ല അവർക്ക് മക്കളുണ്ടോ ഭർത്താവുണ്ടോ ഒന്നും അറിയത്തില്ല. കാരണം ഇതിനകത്ത് റിലേറ്റഡ് ആയിട്ടുള്ളവരല്ല അവര്, കാരണം നമുക്ക് അറിയത്തില്ല അവരെ കുറിച്ച്. അതുകൊണ്ട് എനിക്ക് അവരെ കുറിച്ച് ഒന്നും പറയാൻ വേണ്ടിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടുണ്ട്. ഞാൻ ഇവളുടെ കക്ഷത്തിനകത്താണ് കയറിയിരിക്കുന്നതെന്നും ഈ മിനി സെബാസ്റ്റ്യൻ അമ്മച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ആ ഒരു ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും അത്ര സൈസുള്ള ഒരാളുടെ കക്ഷത്തിൽ കയറി ഹസ്ബൻഡിന് ഇരിക്കാൻ പറ്റുമായിരിക്കാം. പക്ഷെ എനിക്ക് എന്റെ ഈ കുഞ്ചൂസിന്റെ കക്ഷത്തിൽ കയറി ഇരിക്കാൻ മാത്രം ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഉറുമ്പിന്റെ അത്ര ഉള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എത്ര വർഷം എടുത്താലും എനിക്ക് കക്ഷത്തിൽ കയറി ഇരിക്കാൻ പറ്റും. ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പറ്റത്തില്ല ചേച്ചി. ഇപ്പൊ സാധാരണ അമ്മമാരൊക്കെ എളിക്ക് കയറിയിരിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ കക്ഷത്തിൽ കയറിയിരിക്കുക എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല, പറ്റുമായിരിക്കാം. എനിക്ക് തോന്നുന്നത് ചേച്ചിക്ക് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ് ഹസ്ബൻഡിനെ കക്ഷത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പു കുഞ്ചുവിന്റെ കക്ഷത്തിലാണ് കയറിയിരിക്കുന്നത്. അവളുടെ എന്നെ ഇവളിപ്പോ മാണ്ഡ്രയ്ക്കെന്നാണ് വിളിക്കുന്നത്. എനിക്കറിയത്തില്ല, ഇവരുടെ അമ്മായിയും നാത്തൂനെയൊക്കെ വിളിച്ചതായിരിക്കാം. നീ ഇവിടുത്തെ മാണ്ഡ്രയ്ക്കാണ്, ഇവിടെ വന്നതിന് ശേഷം ഈ പദമൊക്കെ കിട്ടിയതേ, നമ്മുടെ കുടുംബം നീ ഞങ്ങളുടെ കുടുംബം തകർന്നു എല്ലാം പറയും. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എനിക്ക് അവരുടെ വീഡിയോ കംപ്ലീറ്റ് എല്ലാവരുടെ, കാരണം നമുക്ക് അത്ര ഓർമ്മശക്തിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ഇവരുടെ അത്രയും ഒന്നും ഇല്ല. അപ്പൊ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയാൻ വേണ്ടിയിട്ടുള്ളൂ. ഇത് Q&A സെക്ഷനിൽ ആദ്യം തുടക്കത്തിൽ പറയുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പം ഒന്നരാടം മിക്കവാറും ഇവര് ഇനിയിപ്പോ ഇവർക്ക് കണ്ടന്റ് ആയി, പിന്നെ ഇവര് വീഡിയോ ഇട്ടോടെ യാതൊരു കുഴപ്പമില്ല. ഇവർക്ക് കണ്ടന്റ് ആയി, ഇവര് മുന്നോട്ട് കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഇട്ടോടെ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് എല്ലാവരും ജനിക്കുമ്പോൾ ഒരാളായിരിക്കും ഉത്തരവാദിത്വം. ഇപ്പൊ പല തന്തയ്ക്ക് പറഞ്ഞ പലരും വിളിക്കായിരിക്കും. പക്ഷെ എപ്പോഴും ഓരോ ഉത്തരവാദിത്വം ഉള്ളൂ. അച്ഛനെന്ന് പറയുന്ന ഒരാളെ കാണത്തുള്ളൂ. ദൈവമാണ് വിചാരിക്കുന്നത് ആരൊക്കെ ജനിക്കണോ ആരൊക്കെ മരിക്കണോ എന്ന്. ദൈവമാണ് അതിനെല്ലാം ഉത്തരവാദി. ഇപ്പം മരണത്തിനും ജനനത്തിനും ഒക്കെ ദൈവമാണ് ഉത്തരവാദി. ഇപ്പൊ ഈ എല്ലാവരും പറയുന്നത് അത് കുറെ ഇപ്പൊ 3 പേരാന്ന് തോന്നുന്നു. ഞാനിപ്പോ 3 പേരെ കേട്ടു. ഞങ്ങൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദി അവനാണെന്ന്. എനിക്കറിയാൻ മേല. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ എനിക്ക് ദൈവത്തിന്റെ ഒരു പരീക്ഷയാണ്. ഇവര് മരിക്കുമ്പോഴത്തേക്ക് ഉത്തരവാദി ഞാനാവും. നമ്മള് സാധാരണ എല്ലാ മനുഷ്യർക്കും മരണം ജനനം തീരുമാനിക്കുന്ന ദൈവമാണ്. അപ്പം ദൈവത്തെ ചിലപ്പം മേ ബി ആ ചേച്ചിയുടെ ചിന്ത ആയതുകൊണ്ട് അങ്ങനെ ആയിരിക്കത്തില്ല. നെഗറ്റീവോട് ചേച്ചിയാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് മാത്രം തിങ്ക് ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. അപ്പൊ ആ ചേച്ചിയുടെ പരിവേഷണം ചിലപ്പോൾ ഞാൻ എന്നെ കാലിനായിട്ടായിരിക്കും കണ്ടേക്കുന്നത്. അപ്പം ഞാനൊരു പോത്തിന്റെ ഒക്കെ പുറത്ത് ഫോട്ടോ എടുത്ത് ചേച്ചിക്ക് അയച്ചു തരാം കേട്ടോ. ഫ്രെയിം ചെയ്ത് ചേച്ചി അവിടെ വെച്ചോ, എപ്പോഴാണ് മരണം എന്നൊക്കെ നോക്കി ചേച്ചി അവിടെ ഇരുന്നു. പിന്നെ ചേച്ചിയെ ഞാൻ ചേച്ചിന്ന് വിളിക്കണ്ട, കാരണം എന്റെ അമ്മേനേക്കാളും പ്രായമുള്ള ഒരാളാണ്. കാരണം തുടക്കത്തിലൊക്കെ വീഡിയോ കണ്ടപ്പോൾ ഇവിടെ എല്ലാം നരച്ചിട്ടുണ്ട്. ഇനിയിപ്പം കെയർ ട്രീറ്റ്മെന്റ് ചെയ്ത് നരച്ചാണോ എന്ന് അറിയത്തില്ല. ചർമ്മത്തിൽ അധികം പ്രായം തോന്നിക്കത്തില്ല. എങ്കിലും പെട്ടെന്ന് ആദ്യത്തെ ആ 2-3 വീഡിയോ കണ്ടപ്പോൾ നല്ലപോലെ മുടി ഇവിടെ എന്നൊക്കെ നരച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് വീഡിയോയിലൊക്കെ വന്നപ്പോൾ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്റെ അമ്മയെക്കാളും പ്രായം, കാരണം എന്റെ അമ്മയ്ക്കും ഇപ്പൊ ചെറുതായിട്ട് നരച്ച് വരുന്നേ ഉള്ളായിരുന്നു. അപ്പൊ അമ്മയെക്കാളും പ്രായമുള്ള, പക്ഷെ എന്റെ അമ്മ മോളെ എന്നാണ് വിളിക്കുന്നത്. അതാണ് അതിന് വേറെ ട്വിസ്റ്റ്. എന്റെ മോളെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് ചിരി വരാറുണ്ട് സത്യം പറഞ്ഞാൽ. നമ്മൾ 18, എനിക്ക് 18 ചേച്ചി 27 വയസ്സുണ്ട്. ചേച്ചി 18 വയസ്സിന് ചേച്ചിക്ക് തെറ്റിപ്പോയി കാണും. 18 വയസ്സ്, ഞങ്ങൾ 2 പേരും സെയിം ആണ്. 11 മാസം വ്യത്യാസമുള്ളൂ. പിന്നെ എന്തുവാ ഈ അമ്മയോട് പറയാനായിട്ടുള്ളത്, അമ്മയുടെ കയ്യിലിരിപ്പിന്, ഈ അമ്മയുടെ സംസാരത്തിൽ, ഈ അമ്മച്ചിയുടെ സംസാരത്തിന്റെ കയ്യിലിരിപ്പിന് നിങ്ങളുടെ കെട്ടിയോൻ തന്നെ നിങ്ങളെ കൊല്ലാൻ മേ ബി കൊല്ലാൻ ചാൻസ് ഉണ്ട്. അമ്മാതിരിച്ച വർത്താനമാണ്, അമ്മാതിരിച്ച നാക്കടിയാണ് നിങ്ങളുടെ. ഇങ്ങനെ എന്തോ അപ്പിടാൻ മുട്ടുമ്പോഴുള്ള എക്സ്പ്രഷൻ ദേഷ്യമില്ലേ? ഞാൻ ഫേസിലൊക്കെ ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ട് നടക്കട്ടെ, അട്ടിക്കിട്ടിട്ട്.
തട്ടി കിട്ടിയിട്ട് ജീവിക്കും. കാറിക്കൊണ്ട് നടക്കരുത്. ഒരിടത്ത് മാത്രമല്ല, നിന്റെ കൈക്ക് മാത്രമല്ല തഴമ്പും നീളവും ഉള്ളത്. തഴമ്പും നീളവും ആവശ്യത്തിനും ആരോഗ്യമൊക്കെ ഉള്ള വേറെ കൈകളും ഉണ്ട്. വെറുതെ കടന്ന് ചീഞ്ഞ വർത്താനം പറയാതെ നിങ്ങൾ തല്ലണോ? തല്ല്. ഈ ഒരു സാധനമാണ് എനിക്കിട്ട് എനിക്കത് കണ്ടിട്ട് ചിരിച്ചു ഏറ്റവും സത്യമായിട്ട് ഭയങ്കര ഫണ്ണാണ്, ഭയങ്കര എന്റർടൈൻമെന്റ് ആണ്. ഇവരുടെ വിചാരം ഇവരുടെ ഈ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മളായി തകർന്നു തരിപ്പണമാകുമെന്നാണ് വിചാരം. സത്യം പറഞ്ഞിട്ടുണ്ട് സമയമില്ല. അതിനിടയ്ക്ക് കുറച്ച് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് കണ്ടു കേട്ടോ. ഇന്നലെ ഈ കടയിൽ ഇരുന്നപ്പോൾ കണ്ടു. ഭയങ്കര ഫണ്ണിയാണ് നിങ്ങളുടെ വീഡിയോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പം നമ്മളെ കുറിച്ച് പറയാൻ ഒന്നും അറിയാതെ ഇരുന്ന് അങ്ങോട്ട് പറയുന്ന കേൾക്കുമ്പോണ്ടല്ലോ കുറെ അങ്ങ് തള്ളി മറിക്കുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്. നേരത്തെയൊക്കെ വിഷമം വരുമായിരുന്നു, പക്ഷെ ഇപ്പൊ അതിൽ അതിജീവിച്ച് കയറുന്നത് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ അത്രയും ഒരു ലെവലിൽ നിൽക്കുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് വീഡിയോ ഇടാനായിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ കണ്ടന്റിന് വേണ്ടി കാരണം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു. ചുമ്മാ ഇരുന്ന് അങ്ങോട്ട് പറയാമല്ലോ. അപ്പു അങ്ങോട്ട് പോയി കേട്ടോ, ബാത്റൂമിൽ അവൻ പോയി, അവിടുന്ന് വലിയ ഒച്ച കേട്ടു. അല്ലെങ്കിൽ കുഞ്ചു അങ്ങോട്ട് പോയി കേട്ടോ. ഇന്ന് വലിയൊന്ന് പറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അത് നോക്കി എന്തേലും ഒരു നെഗറ്റീവ് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക ചേച്ചി കണ്ടന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചേച്ചി കണ്ടന്റ് ചെയ്യട്ടോ, ചേച്ചിക്കുള്ള മറുപടി എല്ലാം തരാം. ഇതിനകത്ത് ഞാൻ മാക്സിമം ഇതൊന്നും ഇടാതിരിക്കാം കേട്ടോ, ഇങ്ങനെയുള്ള വീഡിയോസ് ഇടാതിരിക്കാം. എന്തുമായാലും പറയാനുള്ളത് പറയാം. അതുകൊണ്ട് ഇനിയിപ്പോൾ ആരുടെ അടുത്താണെങ്കിലും പറയും. ഞാൻ ഇത് തന്നെയാണ്, ഞാൻ റിയാക്ട് ചെയ്യും. പണ്ട് തൊട്ട് റിയാക്ട് ചെയ്യും. ഇങ്ങനെ തന്നെയാണ്. കാണുന്നതിന് മുന്നേ ആയിട്ട് എന്നെ അപ്പൂസ് ഇങ്ങനെ തന്നെയാണെന്നുള്ളത് ഫാമിലിയുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പൂസ് പ്രതികരിക്കുന്ന ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ റിയാക്ട് ചെയ്യണമെങ്കിൽ റിയാക്ട് ചെയ്യും. തെറ്റ് ചെയ്തെങ്കിൽ എന്റെ ഒരു ഇതില് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെ ഭാഗത്ത് നിന്നാണെങ്കിൽ ഞാനത് പറയും. അതുകൊണ്ടാണ് ഇങ്ങനെ പോയത്. ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എന്റെ ലൈഫിൽ പ്രശ്നങ്ങൾ പലതും ഉണ്ടാവുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിനകത്ത് യാതൊരു പ്രശ്നമില്ല. ചേച്ചി ഇനിയും വീഡിയോ ഇങ്ങനെ ചേച്ചിക്ക് അപ്പിടാൻ മുട്ടിയിരിക്കുന്ന പോലെ ചേച്ചി വീഡിയോ ഇട്ടോ കേട്ടോ. യാതൊരു പ്രശ്നമില്ല. ചേച്ചി ആ എക്സ്പ്രഷനൊക്കെ അങ്ങോട്ട് ടോയ്ലറ്റിൽ ഇരിക്കുമ്പോഴൂടെ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് വന്നിട്ട് ചേച്ചി കറക്റ്റ് ആയിട്ട് ചെയ്യും. അതാണ് ചേച്ചിയുടെ ഒരു നിലവാരം എന്ന് പറഞ്ഞാൽ. ചേച്ചിയുടെ നിലവാരത്തിന് ഒത്ത് എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല, എങ്കിലും ഞാൻ ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ ചേച്ചിയുടെ ആ ഒരു നിലവാരത്തിന്റെ ഒരു ശകലം. കാരണം റാണി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവളെ കൈ വെച്ചോണ്ടാണ്. എന്നിട്ട് പറയുവാണ് കമന്റ്സ് എല്ലാം ഡിലീറ്റ് ആയി കളയുമായിരുന്നു. റാണി ചേച്ചി എവിടെയാ? റാണി ചേച്ചി കാണുന്നില്ലല്ലോ എന്ന് വരെ കമന്റ് ഇട്ട ടീംസ് ആണ് ഈ പറയുന്നത്. റാണി ചേച്ചി പിന്നെ ആൻമേരി മുഴുപ്പലിന്റെ കാര്യം പറയുന്നുണ്ട്. ഈ ഒരു വ്യക്തിയെ എനിക്ക് യാതൊരു അറിവും ഇല്ലാത്തൊരു കാര്യമാണ്. ഞാൻ പലരോടും നമുക്ക് മെസ്സേജ് അയക്കുന്ന, അതായത് ഇപ്പം നമുക്ക് കമന്റ് ഇടുന്ന എല്ലാവരോടും ചോദിച്ചു എനിക്ക് നമ്പർ തരാൻ എന്തെങ്കിലും വഴിയുണ്ടോ? കാരണം ഇങ്ങനത്തെ മോശം കമന്റ്സ് ഇടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരുടെ അടുത്ത് പറയുക. ആ മോശം കമന്റ്സ് അത്ര മോശം കമന്റ്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കുറച്ച് നമ്മുടെ ചാനൽ കണ്ട് വേറെ ചാനൽസിൽ വെച്ച് അവരുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനലിൽ ഇട്ടതൊക്കെ പലതും ഞാൻ റിമൂവ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതാ റിമൂവ് ആക്കുന്നതിന് ഇപ്പൊ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഇട്ടോ. അത് കാരണം നിങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത് ആരാണെന്ന് ആ വ്യക്തി. അപ്പൊ ഈ റാണി എന്ന് പറയുന്ന വൃത്തികെട്ടുകൾക്കെതിരെ നമ്മൾ സംസാരിക്കും. ഈ റാണീനെ അപ്പം റാണിയായിട്ടൊന്നും ഒരിക്കലും ഇപ്പോഴത്തെ ഈ വ്യക്തിനെ ഉപമിക്കാനായിട്ട് പറ്റത്തില്ല. ആൻമേരി ആരായാലും വൃത്തികേട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തികേടാണെന്ന് തന്നെ പറയും കേട്ടോ. അതിപ്പം നമ്മുടെ സബ്ബാണെങ്കിലും 6 സബ്ബാണെങ്കിലും നമ്മളത് അങ്ങനെ തന്നെ പറയും. മോനെ വരുവാടാ. ഓക്കെ. അപ്പം ഇത്രയും ചേച്ചി എടുത്ത് പറയണത് കുറച്ച് ലോങ് ആയിപ്പോയി. ആ ചേച്ചിക്ക് വേണ്ടി ഇത്രയും സമയം നമ്മുടെ ജീവിതത്തിന്റെ 12 മിനിറ്റ് മാറ്റി വെച്ചത് തന്നെ വലിയ പാടുള്ള കാര്യമാണ്. കാരണം അത്രയും വൃത്തികെട്ട ഒരു സാധനമാണ് അത്. അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. കാരണം നമ്മളെ എത്രയും വൃത്തികേടായിട്ട് എത്ര പോർട്രേറ്റ് ചെയ്യാവോ അതേപോലെയാണ് ആ വ്യക്തി ഇങ്ങനെ ഇട്ട് വീഡിയോ ഇട്ടിട്ട് അത് മോണിറ്റൈസേഷൻ ഓണാക്കി ഡെയിലി മോണിറ്റൈസേഷൻ. ലക്ഷ്യം എന്നറിയാമോ? 2 സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള, അവർക്ക് സമാധാനം കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ ഇങ്ങനെ പറയുന്നത് നിർത്താൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അതിനു വേണ്ടിയിട്ട് ആരെ ഇടയാക്കിയെന്നറിയോ? ഞാൻ സ്ത്രീ അല്ലല്ലോ, അതുകൊണ്ട് എന്നെയാണ് അവരെ ഇടയാക്കിയത്. അല്ല, അതൊരു കാര്യം മനസ്സിലാക്കണം. അവര് തെറ്റ് ചെയ്യുന്ന അവര് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമുക്ക് തന്നെ ഞാൻ റിയാക്ട് ചെയ്താൽ ഇവള് റിയാക്ട് ചെയ്തു. അവര് പറഞ്ഞപ്പോ പെട്ടെന്ന് അങ്ങോട്ട് പോയി റിയാക്ട് ചെയ്യണ്ടായിരുന്നു. അങ്ങനെ നമുക്കും തോന്നിയിട്ടുണ്ട്. അത് നമ്മുടെ ഭാഗത്ത് പറ്റിയൊരു തെറ്റാ. പെട്ടെന്ന് അത്രയും, കാരണം അത്ര അനുഭവിച്ചുകൊണ്ടാണ് അന്ന് റിയാക്ട് ചെയ്യേണ്ട വന്നത്. അതുകൊണ്ടാണ് അന്ന് റിയാക്ട്. അപ്പൊ അവര് തയ്യാറാണ്. ഞങ്ങൾ അവിടെ നമ്മളെ പല പ്രശ്നങ്ങളും ഇങ്ങനെ പലപ്പോഴും ഒതുങ്ങി പോകേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇവളുമാരും ഇതുപോലുള്ള കുറെ ടീംസ് ഈ ചാനൽ, ഈ പർട്ടിക്കുലർ ചാനലിൽ ജേർണി വിത്ത് മീ എന്നാണ് കേട്ടോ. എല്ലാവരും പോയി നോക്കിക്കോട്ടെ. കാരണം നമുക്ക് പ്രൊമോഷൻ ആണല്ലോ. ജേർണി വിത്ത് മീ എന്ന് പറയുന്ന ചാനലിനകത്ത് പണ്ട് തൊട്ട് നമ്മൾ ആ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങമ്മേ ഞങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, അത് പറയാത്ത കാര്യങ്ങൾ അങ്ങോട്ട് പറയും. ഇപ്പോഴത്തെ ആ ഒരു സംഭവമാണ് നടക്കുന്നത്. അതായത് ഇപ്പോഴത്തെ ഓപ്പോസിറ്റ് വി ആർ ലവ് 2.0 ഇതിനകത്ത് 2 സെയിം കമന്റ് ഇട്ടുകൊണ്ട വ്യക്തികൾ ഇപ്പൊ ആ 2 ചാനലും ഏകദേശം സ്റ്റോപ്പായി. അപ്പൊ അവർക്ക് ഒറ്റ വഴി നമ്മളെ തെറ്റിക്കാനായിട്ട്, കൂടുതൽ വൈരാഗ്യം ഉണ്ടാക്കാനായിട്ട് ഒറ്റ വഴി എന്ന് പറഞ്ഞാൽ മിനി സെബാസ്റ്റ്യൻ, ആ അമ്മച്ചി മാത്രമേ ഉള്ളൂ അവർക്ക്. വേറെ ഒരു വഴിയില്ല. മിനി ചേച്ചി സൂപ്പർ, മിനി ചേച്ചി സൂപ്പർ. അവനെ 4 തെറിയോടെ പറയാം. മിനി ചേച്ചി എടുത്ത് പറയുന്നുണ്ട്
എന്നാ അമ്മേനെ വേദനിപ്പിക്കുന്ന അവൻ ഭൂമിന്ന് തന്നെ അങ്ങ് പോട്ടെ, അവന് ലൈഫ് സൂപ്പർ അല്ലേ. എന്റെ പൊന്നെ, അമ്മേനെ വേദനിപ്പിക്കാൻ ഒന്നും യാതൊരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയല്ല. അവരെ പൊന്നുപോലെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്റെ ജീവിതത്തിന് ഏറ്റവും വലിയ ലക്ഷ്യം. അത് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അവർക്ക് അത് നേരെ നിന്ന് പറഞ്ഞ് പല പ്രാവശ്യം പറഞ്ഞിട്ട് അവരത് അക്സെപ്റ്റ് ചെയ്യാതെ അവർ യൂട്യൂബിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് നമ്മളെ തീർത്ത് കളയാൻ നോക്കിയപ്പോഴാണ്, അതായത് യൂട്യൂബിനെ പാടെ മായ്ച്ചു കളയാം. ഇന്നിപ്പം യൂട്യൂബിൽ നിന്നാലും ഇല്ലേലും എന്നാ നമുക്ക് മുന്നോട്ട് ജീവിക്കും. ഓക്കെ, അപ്പം അന്ന് അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും പറയേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. എന്റെ ഉത്തരം എപ്പോഴും ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. എപ്പോഴും പറയാനുള്ളതോ അതേപോലെ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിരിക്കും. അതിന്റെ ഭാഗമായിട്ടുണ്ടായ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഏറ്റവും അവസാനം ഇപ്പൊ അതിനകത്ത് വേറെ ഒരു കാര്യം കൂടെ, ഇപ്പൊ 15 മിനിറ്റായി, ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ഈ സ്ത്രീയെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തല്ലു എന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, എന്റെ ഭാര്യനെ കറവപ്പശു, ജേഴ്സി പശു, പിന്നെ എന്നെ വൃത്തികേടുകൾ, എന്റെ കുഞ്ഞുങ്ങളെ വരെ വളരെ വൃത്തികേടുകൾ. അപ്പം അമ്മൂന്റെ ചാനലിൽ കുഞ്ഞിനെ എന്തെങ്കിലും പറഞ്ഞ് നമുക്കും അത് വിഷമമാണ്. നമ്മുടെ ചാനലിൽ വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളപ്പോൾ അത് സ്പോട്ടിൽ കളയാൻ നമ്മൾ തയ്യാറാണ്. കാരണം അവിടെ കിങ്ങിണി മോൾ ഞങ്ങളുടെ ഇവിടെ കുഞ്ഞാണ്. അപ്പൊ അത് എന്റെ ഫാമിലിയിലെ കാര്യമാണ്. അപ്പൊ അവളുടെ ചാനലിൽ അത് പോരാത്തി നമ്മളെ വാവച്ചിയെ വരെ, പുറത്തു പോയേക്കുന്ന വാവച്ചിയെ വരെ, ഈ റാണി പി മോള് വൃത്തികേട് പറഞ്ഞേക്കുന്നതിന് വരെ ഇവിടെ ഈ മിനി ലൈക്ക് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ കയ്യിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പ്രവീണോ എന്റെ അമ്മോ, നിങ്ങൾ പ്രവീണ എന്നാ പറയുന്ന അറിയോ? സൂര്യയെ രണ്ടുകൂടെ കൂടി കൊല്ലൂന്നൊക്കെ ഇന്നലെ വന്ന് കമന്റ് ഇട്ടു. ഇവളെ സ്വന്തം അപ്പനെ കൊന്നിട്ട് വന്നിട്ടാണ് ഇവൾ ഈ സംസാരിക്കുക. എനിക്ക് തോന്നുന്നു അവള് സ്വന്തം അപ്പനെ കൊന്നിട്ടായിരിക്കും ഇതിനകത്ത് വന്ന് ഈ ഇരുന്ന് ചിലക്കുന്നതെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള ടീംസിനാണ് ലൈക്ക് കൊടുത്ത് മിനിയമ്മച്ച് ഇടുന്നത്. ഓക്കെ, മിനിയമ്മച്ച് അങ്ങനെ തന്നെ മുന്നോട്ട് ഇങ്ങനെ അങ്ങ് പോക്കോ കേട്ടോ. ഞാൻ ഈ ചാനലിൽ ഇങ്ങനത്തെ നെഗറ്റീവ് സത്യമായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. കാരണം ലോകത്തിലെ ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടുള്ള മിനി വ്യക്തി ഏത് കുടുംബത്തിലാണ് എവിടത്തെയാണെന്ന് അറിയത്തില്ല. അവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയുന്നു. കാരണം ഈ ഒരു വൃത്തികെട്ട സ്ത്രീ കാരണമാണ് ഞാൻ ഈ പറഞ്ഞു പോകുന്നത് കേട്ടോ. നിങ്ങളുടെ ഇൻ കേസ് ഇവരുടെ ഭർത്താവിന് പോലും വിഷമമായിട്ട് ഇവർ വെല്ലുവിളിക്കുന്നുണ്ട്. ഭർത്താവിനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഭർത്താവ് എടുത്തു വന്നോട്ടെ, വീഡിയോ കാണിച്ചു കൊടുക്കാം. അവിടെ വെച്ച് നിങ്ങളുടെ കാരണം അടിച്ചു പൊട്ടിക്കത്തുള്ളൂ. കാരണം ഒരു പെണ്ണിനെ പറയാൻ നിനക്ക് എന്ത് യോഗ്യത? നിനക്കെന്ന് പറയുന്നില്ല, കാരണം അമ്മയുടെ പ്രായമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുന്ന ഓക്കെ മിനി അമ്മച്ചീന്ന് ഞാൻ വിളിക്കുന്ന കളിയാക്കി പറയുന്നതാണ്. എന്തായാലും അമ്മയുടെ പ്രായമുണ്ട് ആൾക്ക്, അതുകൊണ്ടാണ് പ്രായം പറയുന്ന ആൾക്ക് വിഷമമാവുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളെ കളി 18 വയസ്സുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ അടുത്തും തീ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് ഇവര് ശരിക്കും ഇവര് ചെയ്തോണ്ടിരിക്കുന്നത്. സപ്പോർട്ടും ഉണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ കാണുമ്പം എനിക്ക് രണ്ടുപേരെ അവർക്ക് സപ്പോർട്ട് അവര് രണ്ട് കൂട്ടരും കൊടുക്കുന്നുണ്ട്. ഈവൻ അവരുടെ വീഡിയോ ഫുള്ളും കണ്ടിരുന്ന് അതിനകത്ത് കമന്റ്സ് ആ രീതിക്ക് കൊള്ള മോൾ എന്ന് ഇത്രയും മനസ്സിലാക്കിയ മോളെ ഇത്രയും സ്നേഹത്തോടെ വിളിച്ചിരുന്ന് അത്രയും ഇരുന്ന് പറയുമ്പോ അവർക്ക് സപ്പോർട്ട് ഉണ്ടാവും. അമ്മ പറയുന്നത് ശരിയാന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാം. ഈവൻ കോണ്ടാക്ട് ഡയറക്റ്റ് ഡയറക്റ്റ് ഇല്ലെങ്കിലും കമന്റ്സിൽ കൂടെ മതി. കാരണം കമന്റ്സിൽ കൂടെ തന്നെ എന്റെ ഫാമിലിയെ നല്ലവണ്ണം തേജോവധം ചെയ്തൊരു കമന്റ്സ് ഉണ്ട്. എന്റെ ഫാമിലിയിൽ നടന്ന കാര്യങ്ങളാണെങ്കിലും അത് വേറെ രീതിയിൽ ഭയങ്കര കുത്തി പറഞ്ഞൊക്കെ ഇട്ടവരാണ് ഈ പറയുന്ന വേറെ ചാനലുള്ള ആള്, വേറെ അമ്മ. ഞാൻ അമ്മയുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഈ രണ്ട് അമ്മമാരും കൂടെ ചേർന്ന് നല്ലോണം കളിക്കുന്നുണ്ട്. എന്താണെങ്കിലും കമന്റ്സിൽ കൂടെ ആണെങ്കിലും ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അവര് തന്നെ പറയുന്നുണ്ട്, മിനി തന്നെ. അവരിപ്പൊ കിടന്ന് ഇത്രയും ഒച്ച വെച്ച് നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം റിയാക്ട് ചെയ്തതാണെങ്കിലും എന്തോരം ഒച്ച വെച്ച് ബഹളം വെച്ച് എന്തെല്ലാം എന്നെ പറഞ്ഞു. ഞാൻ കാരണമാണ് കുടുംബം എന്ന് വെച്ചാൽ ഞാൻ വന്നേ പിന്നെ എങ്ങനെ അത് കേൾക്കുമ്പോൾ എനിക്ക് ചിരിയേ വരത്തില്ല. കാരണം ഇവരുടെ ഫാമിലി പ്രശ്നങ്ങൾ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ. അതൊക്കെ ഒതുക്കി ഞങ്ങൾ കല്യാണം കഴിച്ച് വന്നിട്ടാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നോടും ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവര് തമ്മിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഒതുക്കി വെക്കേണ്ടടുത്ത് ഒതുക്കി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അവർ തന്നെയാണ് പുറത്തോട്ട് കൊണ്ടുവന്നത്. കാരണം അവരുടെ മേളിൽ ആരും വേണ്ട. അവര് തന്നെ മേളിൽ കയറി ഒരുത്തിന്റെ തലയും എല്ലാം ആക്കിയവന്റെ തലയും മണ്ടയ്ക്ക് കയറി അവർക്ക് നിൽക്കണം എന്നുള്ളൊരു സമയമായപ്പോ അവരെല്ലാം കൂടെ അടിച്ച് താഴ്ത്താൻ നോക്കി. പക്ഷെ അവിടെ നമുക്ക് വോയിസ് ഉള്ളിടത്തോളം നമ്മൾ സംസാരിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ചാവണം. നമ്മുടെ ഭാഗത്ത് ശരിയുള്ളിടത്തോളം കാര്യം നമ്മൾ ഇതുപോലെ തന്നെ സംസാരിക്കും. അവരെന്തും കൂടെ നിശബ്ദരായിട്ടിരിക്കുന്നു, അത്ര ഒന്നും വിചാരിച്ചാൽ മതി. അവർക്ക് സംസാരിക്കാൻ പ്ലാറ്റ്ഫോം ഉണ്ടായിട്ട് ഇല്ലെങ്കിൽ പിന്നെ പറയാം. നിസ്സാരം ഒരു കമന്റ്, ചുമ്മാ ഒരു കമന്റ് ഇട്ട വ്യക്തിനെ ഒരു ഫുൾ ദിവസം വീഡിയോ ഇട്ടിട്ട് നീ അത് പറഞ്ഞ് നിനക്ക് എന്നാനായിട്ട് അടിയനെ പറയുന്ന മെച്ചാന്ന് പറഞ്ഞിട്ട് നല്ല മാത്രമത് പറയുന്നുണ്ട്. ആ സമയം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് പ്രതികരിക്കാത്ത മാത്രമേ പറയത്തുള്ളൂ. ഞാൻ പറയട്ടെ, ഇപ്പം അവരുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഉറപ്പായിട്ട് വന്ന് ഇപ്പൊ നമ്മുടെ ഭാഗത്ത് ഒരു പ്രശ്നം ഇല്ലാത്തതാണ് നമ്മൾ വന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ എന്റെ പർട്ടിക്കുലർ എന്റെ അനിയത്തി അമ്മയെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് പറയാനുള്ളത് അവര് തെറ്റിയിട്ടില്ല, അവർ ഉറപ്പായിട്ടും പറയുമായിരുന്നു.
അവര് പറയാ അതെ. അപ്പൊ ചിലര് പറയുന്നുണ്ട് അവരവരുടെ ഫാമിലി നോക്കിട്ട് അല്ലെങ്കിൽ കുടുംബജീവിതം നോക്കിട്ട് അവിടെ അവരുടെ കുടുംബജീവിത കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ല അവർ പറയാതിരിക്കുന്നത്. അവരുടെ ഭാഗത്ത് ആ തെറ്റുണ്ട്, ആ തെറ്റ് അവർ ഏറ്റു പറയാൻ ഒരിക്കലും തയ്യാറുമല്ല. അപ്പൊ അതിനിടയ്ക്ക് ഇവിടെ നിന്ന് കളിക്കേണ്ട കാര്യമില്ല, മനസ്സിലായി? അതേ നമ്മൾ പറയുന്നു, നമ്മുടെ Q&A സെക്ഷൻ ആണ്. അതുകൊണ്ട് ഈ ഒരു വ്യക്തി ഈ ഒരു പർട്ടിക്കുലർ നെഗറ്റീവോളി അമ്മച്ചിയെ കുറിച്ച് പറയാനായിട്ട് സത്യം പറഞ്ഞാൽ താല്പര്യമില്ല. ഇനി ഉണ്ട്, അതായത് റാണിയെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, ചേച്ചി ബ്ലോക്ക് ചെയ്തു. അതുകൊണ്ടാണ്. അപ്പം ഇനി ഞാൻ എന്തെങ്കിലും ഇനിയിപ്പം റിയാക്ട് ചെയ്യുന്നത്, ഇനിയിപ്പം ലൈവായിട്ട് വലിച്ചു പച്ചക്ക് കീറുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എനിക്ക്. അതായത് അത് ഞാൻ ചെയ്യും എന്തായാലും, പക്ഷേ ഈ മെയിൻ ചാനലിൽ കൂടി ഞാൻ ചെയ്യത്തില്ല. കാരണം റിയാക്ഷൻ ഇനി ഈ റിയാക്ഷൻ മേഖലയിലോട്ട് ഇനി ഇറങ്ങണം എന്നുണ്ട്. ഇങ്ങനെ വീഡിയോ ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസിലോട്ടുകൂടെ ഇറങ്ങും കേട്ടോ. അപ്പം നല്ല രസമുണ്ട് സത്യം പറഞ്ഞാൽ. മൈൻഡ് നല്ല ഫ്രീ ആവുന്നുണ്ട് അമ്മച്ചി. നിങ്ങൾ ഒരാൾ കാരണം ഭയങ്കര റിലാക്സേഷൻ ആണ് നിങ്ങളെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം എനിക്ക് ഇപ്പൊ കിട്ടുന്നത്. കാരണം എന്റെ മനസ്സ് കുറച്ചുകൂടെ ഒക്കെ എനിക്ക് ഓപ്പൺ ആക്കി സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്റെ വൈഫിന്, എന്റെ കുഞ്ചുസിന് എന്താഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ നേടിക്കൊടുക്കും. നിങ്ങളുടെ കെട്ടിയവൻ അങ്ങനെ അല്ലായിരിക്കും, ഞാൻ നേടിക്കൊടുക്കും എന്താഗ്രഹം ഉണ്ടെങ്കിലും. അതുകൊണ്ട് വിഷമിക്കാതെ, നിങ്ങൾ ഇരുന്ന് വിഷമിക്കാതെ. മിനിയമ്മച്ചിനെ അമ്മക്ക് അടിക്കാനായിട്ട് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആ ഒരു വർത്താനം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കരണം തീർത്ത് വരണം തരണമെന്ന് ഏതൊരാണിനും അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവിന്, ഏതൊരു നല്ലൊരു ഭർത്താവിനും തോന്നും. എനിക്ക് അവരെ കണ്ടു കഴിഞ്ഞാൽ 2 വർത്താനം മുഖത്ത് നോക്കി പറഞ്ഞ് അവരെ അടിക്കുന്ന സാഹചര്യം അവർ തിരിച്ച് ഇതുപോലെ തന്നെ നേരിട്ട് സംസാരിക്കുന്ന ഉറപ്പായിട്ടും അടി വാങ്ങിച്ചു കൂട്ടും. നിങ്ങളുടെ സ്വഭാവം അല്ല, ഇപ്പം നിയമത്തെ നമ്മളെ വെല്ലുവിളിക്ക് കാര്യങ്ങളൊന്നും നമ്മൾ നല്ല ഒരാളെ ഒരിക്കലും ഒരു വ്യക്തിയും തല്ലാനായിട്ട് ഒന്നും പോകത്തില്ല, അല്ലെങ്കിൽ ഒരു കാര്യത്തിനും പോകത്തില്ല. നമ്മൾ ഇത്രയും വൃത്തികേട്, അതായത് ഒരു കാര്യം അറിയാതെ വൃത്തികേട്ട രീതിയിൽ പോർട്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും. നമ്മുടെ പഴയ കേസ് കിടന്നത് ഇവര് പറഞ്ഞു ഇവരും വീട്ടിലുണ്ടായിരുന്നു. അതൊന്ന് കാര്യം പറഞ്ഞാട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ ഒരു ആൺകുട്ടിയാണ്. അപ്പം എനിക്ക് നിങ്ങളെ തല്ലാൻ തോന്നിയെന്ന് ഉറപ്പിച്ച് നിങ്ങളുടെ അടുത്ത് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് മുന്നിൽ ഒരു സ്ത്രീയെ എനിക്ക് എന്റെ മുന്നിൽ കണ്ടാൽ നിങ്ങളെ കാരണം അടിച്ച് പൊട്ടിക്കുമെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഒരാൾക്ക് ഞാൻ തല്ലിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ചങ്കൂറ്റത്തോടെ പറയാനായിട്ട്, അല്ലാതെ അവൻ എന്നെ വെട്ടി ഇവൻ എന്നെ വെട്ടിയെന്ന ചതിയിലൂടെ പറയുന്ന ടീംസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ത്രീയോട് ഇതേ എനിക്ക് പറയാനുള്ളൂ. ചങ്കൂറ്റത്തോടെ ഞാൻ പറയും, ഒരാളെ തല്ലിയിട്ടുണ്ടെങ്കിൽ തല്ലിയെന്ന്, മനസ്സിലായോ? അത്രേ കാര്യമുള്ളൂ നിങ്ങളോട് മറുപടി പറയാൻ വേണ്ടിയിട്ട്. അല്ലാതെ കള്ളക്കേസും കൊടുത്ത് അവൻ തല്ലി ഇവൻ മാന്തി എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് കാരണം ഓൾറെഡി അവരുടെ കൈ വീഡിയോ ഉണ്ട്, തല്ലിയോ ഇല്ലയോ എന്നുള്ള അവർ ഫുൾ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പം അവർ അതിൽ നിന്ന് തെളിയിക്കണമല്ലോ. ഞാൻ തല്ലിയെങ്കിൽ അവർ ആ വീഡിയോ ഡിലീറ്റ് ആക്കി കളഞ്ഞെങ്കിൽ ഞാൻ തല്ലിയില്ലെന്നാണല്ലോ അതിന്റെ അർത്ഥം. ഞാൻ തല്ലിയെന്നുണ്ടെങ്കിൽ അവർ ആ വീഡിയോ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. അപ്പൊ അത് തെളിയുമല്ലോ. അപ്പൊ ചേച്ചി അതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് പറയിടാറുണ്ട്. അതിനൊക്കെ കളിയാക്കി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ചേച്ചി, അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു, യാതൊരു കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ ബാക്കി Q&A സെക്ഷനിലോട്ട് പോകാം കേട്ടോ. 22 മിനിറ്റ് മേളായി. ഇപ്പൊ ചേച്ചി ഇനി റിയാക്ഷൻ ചെയ്യും, ഞാൻ അതിന്റെ വലിച്ചു കയറിയിട്ട് അപ്പൊ വേറെ ചാനൽ വീഡിയോ ചെയ്യും കേട്ടോ. ബിന്ദു കോശി, നിങ്ങൾ ഓരോ ദിവസവും ഉയരങ്ങളിലേക്ക് പോകുന്നത് കണ്ട് ബിന്ദു ചേച്ചി ഹായ്. ഞങ്ങൾ ഹാപ്പിയാണ്. നിങ്ങളുടെ ജീവിതം കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഇഷ്ടമാണ്. ലവ് യു. ആമിച്ചനെയും ലിച്ചുട്ടിയെയും പ്രത്യേകം ഇഷ്ടമാണ്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ചേച്ചി. നമ്മളിപ്പോ മറ്റേ കിറ്റ് 300 കിറ്റുകൾക്ക് മേളിൽ ഇപ്പൊ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. നമ്മളത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇപ്പൊ 300 പേരിൽ എല്ലാവരും തന്നെ ഇതുവരെ പോസിറ്റീവ്സേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് നമ്മുടെ ബിസിനസിന്റെ ഒരു വളർച്ച. അപ്പം കടങ്ങൾ കാര്യങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് വീട്ടാൻ പറ്റുമെന്നുള്ള 100% ഉറപ്പുണ്ട്. രണ്ടാമത്തെ കടയില് റണ്ണിങ് കസ്റ്റമേഴ്സ് കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ, വോക്കിംഗ് കസ്റ്റമേഴ്സ് നമുക്ക് മെയിൻ കടയിലാണ്. ഇപ്പോഴത്തെ നമുക്ക് ഓൺലൈനാണ് കൂടുതലും. അപ്പൊ നമ്മൾ ഇപ്പഴത്തെ ഇരുന്ന് സ്റ്റാഫിനെ എല്ലാം ഓൺലൈൻ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ആ കൂട്ടത്തിൽ നമുക്ക് ഇന്നലെയൊക്കെ ആണെങ്കിലും ഒരു നോർമൽ ഒരു 5000 രൂപയുടെ ഒക്കെ കച്ചവടം, അത്ര ഇപ്പഴത്തെ കച്ചവടം അത് വലിയൊരു കച്ചവടമാണ്. അവിടുത്തെ വലിയൊരു കച്ചവടമാണ് ആ ഭാഗത്ത്. അത് നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഓൺലൈനാണ്. അപ്പൊ നമുക്ക് ഓരോ ബിസിനസ്സും പയ്യെ പടിപടിയായിട്ട് കയറി വരാൻ പറ്റുള്ളൂ. അപ്പം നല്ല രീതിയിൽ ഉയരുമെന്ന് തന്നെ പ്രാർത്ഥിക്കും. കാരണം ദൈവം കൂടെ ഉണ്ട് എപ്പോഴും. ഉയരട്ടെ, ചേച്ചിയുടെയൊക്കെ നാക്ക് മന്നാട്ടെ. ശോഭ സിജു, നിങ്ങളെ കാണുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ്. ഇനിയും വിവരങ്ങളിൽ എത്തട്ടെ. ആമി ലച്ചു ചക്രമ, ശോഭ ചേച്ചി താങ്ക് യു. കുഞ്ഞും കൊടുത്തേക്ക് കേട്ടോ. ടിൻസി ശിവുമോൻ, ആമിച്ചിനെ സ്കൂളിൽ വിടുന്നില്ല. ആമിച്ചിനെ സ്കൂളിൽ വിടുന്നുണ്ട്. ഞങ്ങളൊരു ട്രിപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷെ ഇത്തിരി ടൈറ്റ് ആയതുകൊണ്ട് പിന്നെ അത് അങ്ങ് ഡ്രോപ്പ് ചെയ്തു. അപ്പൊ ആമിച്ച് സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ട്രിപ്പ് ഒന്നും പോകാൻ പറ്റുകയല്ലോ എന്നങ്ങനെ ഒരു കൺസെപ്റ്റിൽ 2 ദിവസം കൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. അപ്പം ചേട്ടായും പെട്ടെന്ന് വണ്ടി ഇടിച്ച് ചേട്ടായിയൂടെ കൊണ്ടുപോകാന്നുള്ള വിചാരത്തിലായിരുന്നു. അപ്പൊ ചേട്ടായും വണ്ടി ഇടിച്ചിരിക്കുന്നു. അപ്പം ഇനിയിപ്പോ തിങ്കളാഴ്ച തൊട്ട് ആമീനെ വിടാന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പുവിന്റെ പഠിത്തം ഇവിടെ വരെയായി. എന്റെ അടുത്ത മാസം എന്റെ എക്സാം ആണ്. ജയഗോപാൽ കൃഷ്ണൻ ഹായ് ചേട്ടാ. സന്തോഷ് ചേട്ടൻ ഇന്നലെ കമന്റ് വായിച്ചിട്ടുണ്ടായിരുന്നേ. ജിൻസി ഫ്രണ്ട്സ്, നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. കുമാരിയമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുമാരിയമ്മയ്ക്ക് ചെറുതായിട്ട് വോക്കറി നടക്കുന്നുണ്ട്, പക്ഷെ എങ്കിൽ പുറകിലെ എല്ല് കൂടിയിട്ടുള്ള 13 ദിവസം കൂടെ ഉള്ളല്ലേ കാണിക്കാൻ വേണ്ടിട്ട്. 10 ദിവസം കൂടെ കണ്ടുള്ളൂ. 10 ദിവസം കൂടെ കണ്ടുള്ളേ. 9 ദിവസം. ഓക്കെ.
തസ്നി കെ സി ഹായ്. എനിക്ക് ചോദിക്കൊന്നുമില്ല, പേര് പറയുമോ? നിങ്ങളെ ഒരുപാട് ഇഷ്ടം, ഫസ്റ്റ് മുതലേ നിങ്ങളുടെ വീഡിയോ കണ്ടുപിടിക്കാണ്. അമ്പിളി ചേച്ചിയുടെ ഫാം നിങ്ങളുടെ ആമിനിയിൽ വെച്ചു ഒത്തിരി ഇഷ്ടമാണ്. എന്നും നിങ്ങൾക്ക് വേണ്ടി താങ്ക് യു, എന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് തസ്നി ചേച്ചി. ഹായ്. അറീന ആരോൺ ബൈജു അപ്പു കുഞ്ചൂസ് അടിപൊളി, ഇനിയും ഉയരങ്ങളിൽ എത്തുവാൻ സാധിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. അശ്വതി അമ്മു ചേച്ചിയായിട്ട് കോൺടാക്ട് ഉണ്ടോ? ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഈയിടെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ഏകദേശം പറഞ്ഞ്, കാരണം കമന്റ്സ് വീണ്ടും വരുന്നതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേ ഉള്ളൂ. സ്നിഗ്ധ സുധാകരൻ, സ്നിഗ്ധ യെസ്, അങ്ങനെ തന്നെയാണ് പേര്. ചേട്ടൻ ചേച്ചി ഇപ്പം 2 ഷോപ്പ് ഓണേഴ്സ് ആണല്ലോ. അപ്പം എന്താണ് രണ്ടുപേർക്കും ഒരു ന്യൂ ഷോപ്പ് തുടങ്ങുന്ന വ്യക്തിയോട് പറയാനുള്ളത്? ഒരു അഡ്വൈസ്, എന്തൊക്കെ ചെയ്താൽ നന്നാവും, എന്തൊക്കെ ശ്രദ്ധിക്കണം? അങ്ങനെ നമ്മൾ രണ്ടുപേരും ഭാഗ്യം കൊണ്ട് വന്നവരാണ് ഈ ഒരു ബിസിനസ് മേഖലയിലോട്ട്. സത്യം പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പും അല്ലെങ്കിൽ എല്ലാവരുടെയും പ്രാർത്ഥനയും, നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും ഒക്കെ കാരണമാണ് നമ്മൾ ഈ ഒരു മേഖലയിലോട്ട് എത്തിയത്. ഒന്നും അറിയാത്ത ഒരു മേഖല തന്നെയായിരുന്നു നമ്മൾ തുടങ്ങിയപ്പം. പക്ഷെങ്കിൽ ഒരു അച്ഛനും അമ്മയും ആയ നിലയ്ക്ക് നമ്മൾ കുറെ കാര്യങ്ങൾ, കുറെ ഷോപ്പിൽ ഫസ്റ്റ് ക്രൈ, അങ്ങനെ ഓഫീസ്, അങ്ങനെയൊക്കെ കയറി ഇപ്പം നമ്മളിപ്പോ ഇവിടെ ചങ്ങനാശ്ശേരി ആണെങ്കിലും എല്ലാ ബേബി സ്റ്റോറിലും ഇങ്ങനെ കയറുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു കട തുടങ്ങിയാൽ നല്ലതായിരിക്കും എന്നൊരു കൺസെപ്റ്റ് ഞങ്ങളുടെ രണ്ടുപേരുടെ ഉള്ളിൽ വന്നിരുന്നു. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ തോന്നി ഇവക്കാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ്, അവളാണ് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് തോന്നുന്നു. അപ്പം ഉപ്പുതല വെച്ച് എന്റെ മനസ്സിൽ പെറ്റ് ഷോപ്പായിരുന്നു, ഡോഗ് അങ്ങനെയൊക്കെ എല്ലാം കൂടെ ആയിരുന്നു. അത് നമ്മള് ഉപ്പുതറ നിന്നപ്പോ തന്നെ നമ്മള് പെറ്റ് ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു ആഗ്രഹിച്ചത്. ബേബീസ് രണ്ടുകൂടെയാണ് ആഗ്രഹിച്ചത്. അപ്പൊ നമ്മൾ ലെബക്കടെ അഡ്വാൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തത് പെറ്റ് ഷോപ്പും ബേബി സ്റ്റോറുടെ 2 സെപ്പറേറ്റ് ആക്കി തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടുന്ന് ആ മാസം തന്നെ പോരേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അഡ്വാൻസ് എല്ലാം നമ്മുടെ പോയി. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് സ്വർണം 10 പവൻ സ്വർണം ഉണ്ടായിരുന്നു. ഇവർക്ക് എല്ലാവിടെ വിറ്റായിരുന്നു 5 ലക്ഷം രൂപ കിട്ടായിരുന്നു. നമ്മളിങ്ങനെ ഷട്ടറൊക്കെ അന്വേഷിച്ച് നടന്നു, ഒരിടത്തും കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് രാഹുലിയേട്ട അതും രാഹുലിയേട്ട തന്നെയാണ്. ഞങ്ങൾ ചങ്ങനാശ്ശേരി കുറിച്ച് ചുമ്മാ അങ്ങ് കടന്നു പോകുന്നു, ഒരിടത്തും ഷട്ടർ ഇല്ല. ചോദിച്ചെല്ലാം ഭയങ്കര, അതായത് 1 ലക്ഷം സ്ക്വയർ ഫീറ്റിന് 100 രൂപ ഒക്കെ വെച്ചിട്ടാണ് റെന്റ്, വെറും സ്ക്വയർ ഫീറ്റിന് 100 രൂപ. അപ്പം 1000 സ്ക്വയർ ഫീറ്റ് ഒക്കെയാണ് ഷോപ്പ്, 1,50,000 ഒക്കെയാണ് വാടക പറയുന്നത്. അതും സെക്യൂരിറ്റി 25 ലക്ഷം 30 ലക്ഷം ഒക്കെയാണ് പറയുന്നത്. അപ്പൊ ഒരു രക്ഷയില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സെൻട്രിൽ കൂടെ അങ്ങ് പോവാം. നമ്മുടെ വീട് പണ്ട് വടക്കേക്കരയാണല്ലോ. അപ്പൊ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും വൈസൈഡിൽ, അതായത് സെന്ററിൽ തന്നെ അങ്ങ് പോയപ്പോഴത്തേക്കും ചേട്ടായി ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോ കണ്ടു. അപ്പൊ പറഞ്ഞു അപ്പു ഒന്ന് തിരിച്ചാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നെ ഇടേ നമുക്ക് വീട്ടിൽ പോകാന്ന് പറഞ്ഞു. ഇല്ലടാ നീ ഇങ്ങോട്ട് തിരിക്കുക, നോക്ക് അവിടെ ഒരു കട കിടക്കുന്നതാണ്. അപ്പൊ ഞാൻ ചുമ്മാ നോക്കാന്ന് പറഞ്ഞു. വലിയ ഇതല്ലോ, കാരണം അടുത്ത് ഇതായിട്ടാ കിടക്കേ. അപ്പൊ അത് നോക്കാന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോ അവിടെ ഉണ്ട്, കട കിടപ്പുണ്ട്. അപ്പൊ നോക്കിയപ്പോ ഒത്തിരി പഴയ ഒരു ഷട്ടർ പോലെ ഇതൊക്കെ പിടിച്ച് ചെളിയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ നമ്മൾ തൊട്ടിപ്പുറത്ത് ചോദിച്ചു ആരെയാന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു കയറുക, നിങ്ങൾ പുതിയ കട, നേരത്തെ കടയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണെന്നൊക്കെ ചോദിച്ചു. നമ്മുടെ ഷോപ്പാണ്. ഇല്ല, വൈഫിന് കുറച്ചൊക്കെ അറിയാം, വൈഫ് ഒരു കടയിൽ, തുണിക്കടയിലൊക്കെ നിന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 1 മാസം എന്നുള്ളു. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പം പുള്ളിക്ക് നമ്മളോട് സംസാരിച്ചപ്പോ ഒരു കംഫർട്ട്, കുഴപ്പമില്ല. അപ്പൊ എൻ്റെ അടുത്ത് സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ ഇവളുടെ സ്വർണം മൊത്തം വിറ്റ പൈസ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തു. പിന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുന്ന റവന്യൂ, ചെറിയൊരു സേവിങ്സും കുറച്ചേ ഉള്ളായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് പറ്റുന്നത്ര ഐറ്റംസ്, കുറച്ച് ഐറ്റംസ് മാത്രം, അതായത് നമുക്കൊരു 10 ലക്ഷം രൂപ കുറെ അതിന്റെ താഴെയുള്ള സാധനം, അത്രയൊന്നും ഇല്ല. കാരണം അതിനകത്ത് കടവും കാര്യങ്ങളും ഒരുപാടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം കട തുടങ്ങിയതിനു ശേഷം നമുക്ക് സാധനം ഒന്നും ഇല്ലാതായി. അപ്പൊ കുറേ കടങ്ങളായി, ഏകദേശം 20-22 ലക്ഷം രൂപയോളം കടങ്ങളായി നമുക്ക് ആമി സീൽഡ് തുടങ്ങിയതിന്റെ ഭാഗമായിട്ട്. അത് വാശിയായിരുന്നു. അതിന് ടെൻഷൻ ഉണ്ടാകുന്ന വെച്ചാൽ ടെൻഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര ഒരു അവസ്ഥയിൽ. കാരണം നമുക്ക് ഫാമിലി പ്രോബ്ലം ഒരുപാട് ഈ സൈഡിൽ കിടപ്പുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ കട റണ്ണിയണായിരുന്നു. മൊത്തത്തിൽ എല്ലാം കൂടെ ഒരു രക്ഷയില്ലാത്ത ഒരു ആ സമയം അച്ഛക്ക് അറ്റാക്കും വന്നു. എന്ത് ചെയ്യണോ, കാരണം നമ്മൾ പർച്ചേസ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛക്ക് വയ്യാണ്ടായി, മൊത്തത്തിൽ തകർന്നു പോയിരുന്ന ഒരു സമയമാണ്. എങ്കിലും ദൈവം ഒരു കാര്യം വിധിച്ചിട്ടുണ്ടായിരുന്നു, അത് കറക്റ്റായിട്ട് നടന്നു. ഈ കടങ്ങളെല്ലാം ഷോപ്പ് 1 വർഷം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റി. അതിനിടയ്ക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് മറ്റേണ്ടി കിറ്റ്. അപ്പം തുടങ്ങാൻ പോകുന്ന ഒരാളോട് പറയാനായിട്ടുള്ളത്, നമുക്ക് വിധിച്ചാണ് നമുക്ക് നടക്കും ഉറപ്പായിട്ടും. നമ്മൾ പരിശ്രമിക്കുക, എത്ര ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾ 100% 110% നമ്മൾ കൊടുക്കണം, അതിനകത്തോട്ട് കൊടുക്കണം. പിന്നെ
ലാഭം ആദ്യം പ്രതീക്ഷിക്കില്ല. ഒരു 6 മാസക്കാലത്തേക്ക് നമുക്ക് ലാഭം ഒന്നും കിട്ടത്തില്ല. കാരണം നമ്മൾ മുടക്കിയ ഒരു സെക്യൂരിറ്റി കാര്യങ്ങൾ, നമ്മൾ ആ ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ നല്ല പൈസ മുടക്കിയാണ് ചെയ്യുന്നത്. അതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കണം ഏകദേശം ഒരു 6 മാസം. അത്യാവശ്യം കച്ചവടമുള്ള കടയാണെങ്കിലും ഒരു 6 മാസം. ഞാൻ ഒരു 6 മാസം കൊണ്ട് പിടിച്ചെടുത്തു. ബാക്കിയുള്ള 6 മാസം കൊണ്ട് കടങ്ങളെല്ലാം വീട്ടി. അതാണ് നമുക്ക് ബിസിനസ് പഠിച്ചിട്ട് ഒന്നുമല്ല, പക്ഷേങ്കിൽ അതിനകത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. യൂട്യൂബിലൊക്കെ എങ്ങനെയാണ് ബിസിനസ് കാര്യങ്ങൾ, ഓരോ കാര്യങ്ങൾ കൂടുതൽ അതിനകത്തോട്ട് എൻഗേജ്ഡ് ആയി. അപ്പം നമ്മുടെ വീഡിയോയിലെ കാര്യങ്ങൾ കുറഞ്ഞു, നമ്മുടെ ലൈഫ് കുറച്ചുകൂടി തിരക്കായി. പക്ഷേങ്കിൽ ലൈഫ് സെക്യൂർ ആക്കാനായിട്ട് പറ്റി. അതാണ് വലിയൊരു കാര്യം. അപ്പം ഒരു ഷോപ്പിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ അത്യാവശ്യം വേണ്ട കുറച്ച് ക്യാഷ് വേണം. അതേപോലെ ഒരു മൗത്ത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ കാര്യങ്ങളെല്ലാം റെഡിയാക്കണം. അതായത് ഒരു കസ്റ്റമർ വന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് പുറത്തു പോയി 10 പേരോട് പറയാനായിട്ടുള്ള ഒരു രീതിയിൽ കസ്റ്റമറുടെ അടുത്ത് പെരുമാറണം. അവർക്ക് കംഫർട്ട് ആയിരിക്കണം. അതേപോലെ പ്രൈസിങ്, അത്യാവശ്യം പ്രൈസ് ഉണ്ടെങ്കിലും ഏറ്റവും നല്ല സാധനം കൊടുക്കുക. അതാണ് നമ്മുടെ ഇത്. കാരണം നമുക്ക് ബ്രാൻഡ്, കുഞ്ഞുങ്ങളുടെ ഡ്രസ്സാണ്, ബ്രാൻഡ് വരുമ്പോൾ പ്രൈസ് വരും. അതായത് നമുക്ക് കിട്ടുന്നതിന് ചെറിയൊരു പ്രോഫിറ്റ് കിട്ടുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന നല്ല സാധനമായിട്ട് നമുക്ക് അത് ആ വില പറയാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ആ ഇത് പറയാൻ വേണ്ടി വാങ്ങിക്കുന്നവർക്ക് പോലും തിരിച്ച് ഇങ്ങോട്ട് അങ്ങനെ ചോദിക്കാറില്ല. ഒരു കുറച്ച് പേര് മീൻസ് നമുക്ക് അവരുടെ സാഹചര്യം കൊണ്ട് അങ്ങനെ പറയാറുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇത് ഇത്രയിലും കുറഞ്ഞ സാധനമുണ്ട്, പക്ഷെ നമ്മളത് കൊടുക്കാൻ തയ്യാറല്ല. കാരണം നിങ്ങളുടെ കുട്ടികൾക്ക് തന്നെ കുറെ നാൾ യൂസ് ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ ആവും, അല്ലെങ്കിൽ അത് നാളെ അത് ഇന്ന പോലെ ആയി പോവും, പഞ്ഞി പുറത്തു വരും, അങ്ങനെ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ഓക്കെ മനസ്സിലാക്കുന്നവരാണ് വാങ്ങിക്കുന്നത്. ഷോപ്പിന്റെ റെന്റ്, സാലറി, കറണ്ട് ബില്ല്, ഇതെല്ലാം ചെറിയൊരു പ്രോഫിറ്റ് ഇട്ടിട്ടാണ് നമുക്ക് ചെലവ്. അങ്ങനെ നമ്മുടെ ഒരു സാലറി വലിയ പ്രോഫിറ്റ് ഇട്ടിട്ടല്ല, ചെറിയൊരു പ്രോഫിറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം ഒരുപാട് പ്രോഫിറ്റ് കയറ്റിയിടാതെ നമുക്ക് ആ ഒരു കാൽക്കുലേഷൻ വേണം. നമ്മുടെ കറണ്ട് ബില്ല്, എനിക്കിപ്പോ നോർമൽ കറണ്ട് ബില്ല് വരുന്ന 13,000 രൂപ 14,000 രൂപ ഫുൾ AC ഇടുവല്ല, ഫുൾ ടൈം വരുന്നത്, അത്രയാണ് വരുന്നത്. അപ്പം നേരത്തെ 500-600 രൂപ വന്നോണ്ടിരുന്ന സ്ഥാനത്താണ് ഇന്ന്, അതായത് നമ്മൾ കട തുടങ്ങുന്നതിന് മുമ്പ് ഫുൾ ടൈം AC 210-ന്റെ AC ആണ് ഇട്ടേക്കുന്നത്. ഫുള്ള് ലൈറ്റ് കാര്യങ്ങൾ എല്ലാം കൂടെ വരുമ്പോൾ 13-14 ഒക്കെയാണ് നമ്മുടെ നോർമൽ കറണ്ട് ബില്ല് കടയിൽ. അതേപോലെ സാലറി ഏകദേശം അത്രയും വരും. പിന്നെ ബാക്കി റെന്റ്, നല്ല റെന്റ് ഉണ്ട്. അപ്പം അത് നമുക്ക് ഒരു തുണിയിൽ നിന്ന് ചെറിയൊരു പ്രോഫിറ്റ്, അതായത് നമുക്ക് അതിൽ നിന്ന് എല്ലാം മാനേജ് ചെയ്ത് പോകുന്ന രീതിയിൽ നമ്മൾ ഇട്ടാലേ നമുക്ക് മുന്നോട്ട് ബിസിനസ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് ബിസിനസ്. അപ്പം അത് കുറെ മാസം ആകണം നമുക്ക് അതിനകത്തോട്ട് ഇറങ്ങി എക്സ്പീരിയൻസ് ആവാൻ വേണ്ടിയിട്ട്. നല്ല ഒത്തിരി പേര് ദൂരമുള്ള ഞങ്ങളുടെ കിറ്റ് വാങ്ങിച്ചവർ ഒത്തിരി പേര് പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഇടാൻ പോകും നിങ്ങളെ ഇത് കണ്ടിട്ട്. ഇന്നലെ വന്ന ചേട്ടൻ വരെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു ഷോപ്പ് തുടങ്ങാൻ പോകും, കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല കളക്ഷൻ, നല്ല ഇതാ, നല്ല ഏട്ടത്തോടങ്ങ് നല്ല എന്റെ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു. ചേട്ടൻ കാർഡ് എടുക്കുന്നിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ, കാരണം കുഞ്ഞായി അവർക്ക്. അപ്പൊ ആ ചേട്ടൻ എല്ലാ തിരുവല്ല തൊട്ടുള്ള ഷോപ്പ് മുഴുവൻ കയറിയിട്ടാണ് ലാസ്റ്റ് നമ്മുടെ കടയിൽ വരുന്നത്. അപ്പം ഇവിടെ നമ്മുടെ കട കയറിയിട്ടാണ് നമ്മളടുത്ത് എന്താണെന്ന് പറയുക, ഞാൻ ഇത്രയും കട കയറി തിരുവല്ല തന്നെയാണ്, ഞാൻ ടൗണിൽ തന്നെയാണ് എന്റെ വീട് ഇരിക്കുന്നത്. എന്നിട്ട് എനിക്ക് കണ്ടിട്ട് കയറിയിട്ടാണെങ്കിലും എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയത് തന്നെയാണ്. ഞാനൊരു ഡൗട്ട് ചോദിക്കുമ്പോഴാണെങ്കിലും അത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് നമ്മള്. അതാ മെയിൻ, അതാണ്. നമ്മളിപ്പം വന്നാലും അവരിപ്പോ എന്റെ അടുത്ത് ഇന്നലെ ഫസിഫർ ചോദിച്ചോ ചേട്ടൻ, അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട കേട്ടോ, ഞാൻ ചാടിക്കറി നമ്മൾ സാധനം ഉണ്ട് നമുക്ക്, പക്ഷെ ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പസിഫയർ കുഞ്ഞുങ്ങൾ ഈ ചപ്പിക്കൊണ്ടിരിക്കുന്ന സാധനമല്ലേ സൂചന, അത് ഹേർട്ടിന് വിഷയമുള്ള സാധനമാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കടയിൽ ഒരു ചേച്ചി വന്നിട്ട് 300 സംതിങ് ആണ് മീമിയുടെ തോന്നുന്നു. അപ്പൊ അത് മേടിച്ചപ്പോ എന്നെ 2 എണ്ണം മേടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത് കൊള്ളത്തില്ല, കുഞ്ഞിന് അത് അഴുക്കാണ്. കാരണം നമുക്ക് വിറ്റ് പോവാ സാധനം, പക്ഷെ നമുക്ക് പറയാം, കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ കണ്ടിട്ടാണ് കുഞ്ഞിന് സാധനം കൊടുക്കുക. അപ്പം അന്നേരം അവരത് എഴുത്തില്ല, കാരണം നമ്മുടെ കച്ചവടമാണ് പോകുന്നത്, പക്ഷെ നമുക്ക് കുഞ്ഞിന്റെ സേഫ്റ്റിയാണ് ഏറ്റവും കൂടുതൽ. ഞാൻ പറഞ്ഞു കൊടുത്ത ചേട്ടൻ, അപ്പൊ ഞാൻ ചേട്ടൻ മനസ്സിലപ്പം പറഞ്ഞു വേണ്ട, ഞാൻ പറഞ്ഞു യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, വേണ്ട. യൂസ് ചെയ്ത് തുടങ്ങിയത് ചിലവര് 5 വയസ്സ് വരെ യൂസ് ചെയ്ത്, ചിലര് ഇപ്പം ആ സാധനം ഇല്ലെന്നും പറഞ്ഞ് ഇറങ്ങി പോകുന്നവർ അങ്ങനെയുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് എടുത്തു വെക്കാതിരിക്കാനും പറ്റുമല്ല, അതാണ് കണ്ടീഷൻ. ചിലർ അത് യൂസ് ചെയ്യുന്നവർ അങ്ങനെ കുഞ്ഞുങ്ങൾ അത് ഉപയോഗിച്ച് അതിനകത്ത് അഡിക്റ്റ് ആയി പോകും. നമ്മൾ കുറെ ആയി ഈ ഒരു ക്വസ്റ്റ്യൻ കുറെ ആയി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബിസിനസ് ഇത്രയൊക്കെ ഉള്ളൂ, ഇതിനകത്തൊരു ഭാഗ്യമാണ് സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാം, നല്ലൊരു ലൊക്കേഷൻ കണ്ടെത്തുക. നമുക്ക് എപ്പോഴും ഒരാൾ കാറ് വന്ന് പാർക്ക് ചെയ്ത് മേടിക്കുന്നതിനേക്കാളും കൂടുതൽ വാക്കിംഗ് കസ്റ്റമേഴ്സ് ആണ് ഏറ്റവും മസ്റ്റ് ആയിട്ട് വേണ്ടത്. അതായത് ഒരു അത്യാവശ്യം ഒരു സെന്ററിൽ തന്നെ നമുക്ക് കട തുടങ്ങാൻ പറ്റുവാണെങ്കിൽ അവിടെ വിജയിക്കും നമ്മൾ. അതാണ് അടുത്തത്. രശ്മി, കാലങ്ങൾ മായ്ക്കാത്ത മുറിവുകളില്ല, എല്ലാ മുറിവുകളും മാറി ജീവിതത്തിൽ എന്ന് ഉയർച്ച വരട്ടെ അപ്പൂസെ. എല്ലാ വീഡിയോയിലൂടെ അറിയാം, അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലാട്ടോ. താങ്ക് യു ചേച്ചി. കാലങ്ങളെല്ലാം മായ്ക്കട്ടെ. അതിനാണല്ലോ മനുഷ്യന് മറവി എന്നൊരു അസുഖം നിൽക്കുന്നത്, അതാണ് എല്ലാം മായ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ മായ്ക്കാൻ പറ്റുന്ന മുറിവുകളൊക്കെ മായ്ക്കട്ടെ കേട്ടോ. അതിനപ്പുറത്തോട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നില്ല, കാരണം അതിനപ്പുറം വലുതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പട്ടാളക്കാരന്റെ പെണ്ണ്
സോൾജിയർ. അമ്മച്ചേട്ടാ രണ്ട് കട ഓപ്പൺ ആണ് കേട്ടോ. രണ്ടിടത്ത് സ്റ്റാഫ്സ് ഉണ്ട്. അപ്പം സ്റ്റാഫുമാരല്ല, ഒരാള് അനീറ്റി, ഒരാൾ ചേച്ചിയാണ്. ഒരാൾ അമ്പിളി ചേച്ചിയായിട്ട് റിലേറ്റഡ് ഒക്കെ ആയിട്ടൊക്കെ ചിലപ്പോൾ ചില സംസാരമൊക്കെ കേൾക്കുമ്പോൾ തോന്നും ചേച്ചി, അഞ്ജന ചേച്ചി. ഒരാള് പ്രിയമോളി കേട്ടോ. ഞങ്ങളുടെ കുഞ്ഞാണ് അവളും ഉണ്ട് ഇപ്പുറത്തെ കടയിൽ കേട്ടോ. അവിടെ വീട്ടിലെ ഏറ്റവും ഇളയ കുഞ്ഞാണ്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞായിട്ട് അവളെ എനിക്കിട്ട് നൈസ് ട്രോളിങ് ആണ് കടയിൽ നിന്നിട്ട്. അപ്പോൾ ഞാൻ ഭയങ്കര ഇവര് രണ്ടുപേരും നല്ല ട്രോളിങ് ആണ് ഇടയ്ക്ക് എനിക്ക്. നേരത്തെ വാമ ഇവര് രണ്ടിനും കൂടെ എനിക്ക് ഞങ്ങൾ രണ്ടിനും ബിജി ജോസഫ് അപ്പുവിന്റെ അപ്പയുടെ വീതം നന്നാ മേടിക്കാം കേട്ടോ, വാങ്ങിക്കുമല്ലേ? ഇല്ലില്ല, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായില്ല അച്ഛന്റെ വീതം ഒന്നും നമുക്ക് വേണ്ട, പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. യെസ് ദേവിയ, ഹലോ, സുഖാണല്ലോ. ലക്ഷ്മി ജിഷ്ണു ലച്ചൂട്ടി പോയി ആയിരുന്നാൽ എന്ത് നെയിം ഇട്ടേനെ? ആയുഷ്. ഷീജാവും എല്ലാരും ഒത്തിരി ഇഷ്ടം. ഹായ് ഷിയ ചേച്ചി. സുധിൻദാസ് അമലേട്ടന്റെയും കുഞ്ചു ചേച്ചിയുടെ ഏജ് പറയോ? എനിക്ക് 27 വയസ്സായി. നിങ്ങൾ ഒരാള് പോലും ഓർത്തിരുന്നില്ല. കുറെ പേര് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട്. ഞാന് എന്റെ ഒന്നും ഇടാൻ ഞാൻ സമ്മതിച്ചില്ല. ബർത്ത്ഡേ എനിക്ക് സെലിബ്രേഷൻ ഇല്ലായിരുന്നു സത്യം പറഞ്ഞാല്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എന്റെ എച്ചുട്ടിയുടെ ബർത്ത്ഡേ നടത്തിയില്ല. എന്റെ എച്ചുട്ടിയുടെ ബർത്ത്ഡേ കേക്ക് കട്ടിന്റെ വീട്ടില് ഞാൻ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ. കേക്ക് ഒന്നും മേടിച്ചില്ല. ജയഗോപാലകൃഷ്ണൻ 27 എനിക്ക് 27 ഇവക്ക് 26 കേട്ടോ. തിരിഞ്ഞു പോയത് സച്ചിനെയൊക്കെ പോലെ. ജയഗോപാലകൃഷ്ണൻ, നിങ്ങൾ എന്ന് സന്തോഷമായിരുന്നാലും മതി, എന്നും പ്രാർത്ഥനയിൽ ഉണ്ടാവും ഉറപ്പായിട്ടും. താങ്ക് യു. വിദ്യ നോക്കി. കാഷ്വൽ വ്ലോഗ്സ് ഫസ്റ്റ് വ്ലോഗും ഇന്നത്തെ ഈ വീഡിയോയും ഇത് വരെയുള്ള ജേണി. ഫസ്റ്റ് വ്ലോഗും ഇന്നത്തെ ഈ വീഡിയോ വരെയുള്ള വ്ലോഗും അനുഭവം ഫീലും. ആദ്യത്തെ വീഡിയോ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊമ്മിക്കോട്ടറിനെ എടുത്ത് അവന് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. തൊമ്മിയുടെ പറ്റത്തില്ലായിരുന്നു. അപ്പം ഞങ്ങൾ തൊമ്മിക്കോട്ടറിന്റെ വീട്ടിലിരുന്നിട്ടാണ് വീഡിയോ ചെയ്തത്. അപ്പം ഉപ്പറയില് അവനായിരുന്നു എന്റെ ആദ്യത്തെ എല്ലാ സപ്പോർട്ടും. എന്റെ സ്വന്തം അനിയനാണ് അവൻ. ഞങ്ങൾ ഇടയ്ക്ക് ഒരു ചെറിയൊരു ഈഗോ അല്ല, ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ചില കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും ആ ഒരു വിഷമ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. കാരണം അവൻ ചോദിച്ച ഒരു സമയത്ത് എന്റെ കയ്യിൽ കുറച്ച് പൈസ ഇല്ലായിരുന്നു. അപ്പൊ അവന് ഭയങ്കര ആവശ്യമായിരുന്നു. അന്നേരം ഞാൻ എന്തുവായിരുന്നു, എനിക്ക് ഹോസ്പിറ്റലിൽ, കാരണം നീ നിനക്ക് അപ്പം അന്നേരം അവന് കറക്റ്റ് സമയത്ത് കിട്ടിയില്ല. അപ്പം വേറെ ഒരാളും ആ സമയത്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ തിരിച്ചു വിളിച്ചു, വേടാ ഞാനന്ന് അവളുടെ മാല പണയം വെച്ചിട്ട് തരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു എനിക്ക് പൈസ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പത്തേക്കും എനിക്കൊരു വിഷമമായി, അത് അവനും ഒരു വിഷമമായി. അങ്ങനെ ഒരു ചെറിയൊരു സൗന്ദര്യപ്പിണക്ക്, അതേ ഉള്ളൂ. അനിയനും ചേട്ടൻ തമ്മിലൊരു പിണക്ക്. അത് കഴിഞ്ഞ് വിളിക്കുമായിരുന്നു. പക്ഷെങ്കിൽ പഴയ ഒരു അത്രയും ഒരു ചെറിയൊരു വിഷമം രണ്ടുപേരെ മനസ്സിൽ ഉണ്ടായോണ്ടിരുന്നത്. പിന്നെ ഈ കഴിഞ്ഞ ദിവസമാണ് അവനെ വിളിച്ചത്. പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എടാ അങ്ങനെയാണ് സംഭവം, അവനും വിഷമമുണ്ടായി എനിക്ക് വിഷമമുണ്ടായി, അതെല്ലാം പറഞ്ഞ് അങ്ങ് ഇതാക്കി. പക്ഷെ അവനെന്നും എനിക്ക് ഭയങ്കര ജീവനാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവളും അതെ കേട്ടോ, ഇവളും തൊമ്മി എന്ന് പറഞ്ഞാലാണ്. കാരണം തൊമ്മിയായിരുന്നു ഞങ്ങളുടെ ആ ഒരു ലൈഫ് ജേർണിയിൽ തുടക്കം തൊട്ടുള്ള ഒരു വ്യക്തി. അവനായിരുന്നു എല്ലാ കാര്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് ചക്കയൊക്കെ മേടിക്കാൻ മുണ്ടക്കത്തൊക്കെ പോകുന്നില്ലേ, അവനായിരുന്നു. നമ്മുടെ വീട്ടിലെ പല വഴക്കുകളും കാര്യങ്ങൾക്കും എല്ലാം സാക്ഷ്യം വഹിച്ചതാണ് അവൻ. അന്ന് ചക്ക മേടിച്ചോണ്ട് വന്ന ചിലർക്ക് ഇഷ്ടപ്പെടാതെ വഴക്കുണ്ടാക്കിയത് എല്ലാം അവൻ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളെ അവൻ എല്ലാത്തിനും നമ്മുടെ കൂടെ, എല്ലാ കാര്യത്തിനും A to Z കാര്യങ്ങൾക്ക് അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് അവന് വേറൊരു ഈ ബിൽഡിങ്സ് ഒക്കെ വിൽക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പം നന്നായിട്ട് പോകുന്നു. അപ്പം അത് നമ്മുടെ ആ ഒരു ജേണി, യൂട്യൂബിന്റെ ജേണി തുടങ്ങുന്ന അവിടെ നിന്നാണ്, തൊമ്മിച്ചന്റെ കൂടെ നിന്നാണ്. അത് കഴിഞ്ഞ് റിൻസൺ എന്റെ കൂട്ടുകാരൻ, അവന് ഫസ്റ്റ് വ്ലോഗ്സിൽ അവനുണ്ട്. അത് തൊട്ട് ഇതുവരെയുള്ള ഒരു ജേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ മനസ്സിലോട്ട് നമ്മുടെ ആ വീഡിയോ സ്റ്റാർട്ടിങ് നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ദിവസമാണ് നമ്മള് ചാനൽ ഫസ്റ്റ് വീഡിയോ തുടങ്ങിയത്. തൂക്കുവാളത്തി വെച്ചിട്ട് തുടങ്ങിയത്. അപ്പം ആ ഫസ്റ്റ് വീഡിയോക്കകത്ത് തൊമ്മി ഇങ്ങനെ വന്നിട്ട് ഇവള് പേടിച്ച് നിറച്ചിട്ട് ഇങ്ങനെ മേടിക്കുന്നുണ്ട്. അപ്പം അതാണ് ഫസ്റ്റ് വ്ലോഗ്. അപ്പം അവിടെ തൊട്ട് ഇന്ന് വരെ നമുക്ക് ഓൾറെഡി യൂട്യൂബില് വലിയ ഷൈയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ടിക്ടോക്കിൽ ഫെയിം ആയിട്ടൊക്കെ നിൽക്കുക. ഷെയർ ചാറ്റ്, ടിക്ടോക്ക് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി നിന്ന് കുറച്ച് പേർക്ക്, ഒത്തിരി പേർക്കല്ല കുറച്ച് പേർക്ക് അറിയായിരുന്നു.
അപ്പൊ ആ ഒരു സപ്പോർട്ടാണ് ഒരു യൂട്യൂബിൽ ഒരു സപ്പോർട്ട് കിട്ടിയത്. ഇപ്പൊ ഇന്നിപ്പോ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കുറച്ചുകൂടെ എന്താ യൂട്യൂബ് കാരണം ലൈഫ് സെക്യൂർ ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഞങ്ങൾ രണ്ടുപേരും. കാരണം ജീവിതം കിട്ടിയത് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ്. അതിനകത്ത് എന്നും ഈ സ്മരണ മാത്രമേ ഉള്ളൂ, നന്ദി സ്മരണ മാത്രമേ ഉള്ളൂ. യൂട്യൂബ് കൊണ്ട് കിട്ടിയതിനുപരി യൂട്യൂബ് ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമാണ്, അവർക്ക് ബെനിഫിറ്റ് ഉള്ളതാണ് ഓരോ ഇൻഫ്ലുവൻസറെ കൊണ്ട്. അതല്ല, ഇതിനകത്ത് വന്നപ്പം നമുക്ക് കിട്ടിയത് ഓരോ ഫാമിലീസിനെയാണ്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ആരും ഇല്ലെന്ന് പറയാനായിട്ട് ഒരിക്കലും എനിക്കൊരു പറയേണ്ട കാര്യമില്ല. കാരണം എന്നെ കാണുന്ന ഓരോരുത്തരും മകനായിട്ടും അനിയനായിട്ടും എന്നെ സ്വന്തം അനിയനായിട്ട് കാണുന്ന ഒരു ഫീലാണ് ഓരോരുത്തർക്കും. എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ അപ്പൂന്ന് വിളിച്ച് ഓടി വന്ന് സംസാരിക്കും, കെട്ടിപ്പിടിക്കുക, ഓടി വന്ന് കൈ പിടിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ പെമ്പിള്ളാരൊക്കെ വന്നിട്ടാണെങ്കിലും അപ്പുച്ചേട്ടാന്ന് പറഞ്ഞ് കൈ പിടിക്കുമ്പോഴത്തേക്കും ഇവളിങ്ങനെ നോക്കും, എന്തോ ചുമ്മാ പറഞ്ഞാണ്. അപ്പുറത്തുള്ള പെമ്പിള്ളാരൊക്കെ നോക്കും, ഇത് എന്താണ് പേടിക്കുന്നതെന്ന് ഇങ്ങനെ വിചാരിക്കും. പക്ഷേങ്കിൽ അവര് സ്വന്തം സഹോദരനെ ഓടി വന്ന് പേടിക്കുന്ന ഒരു ഫീലാണ്. അപ്പം എനിക്കും അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ അച്ഛന്മാര് വരെ എന്റെ ഭാര്യ ഇത്രയും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തേക്കും നമ്മളെ കുറിച്ച്. അത് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഇന്ന് വരെയുള്ള ഒരു ജേർണിയില് ഒരുപാട് സന്തോഷവും ഒരുപാട് ദുഃഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ സന്തോഷമാണ്, പോസിറ്റീവ് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം മാത്രം ഉണ്ടാക്കി തന്ന ഒരു ജേണിയാണ് ഇതുവരെ ഉള്ളത്. 2 മക്കളുണ്ടായി ഈ ഒരു ജേണിയിൽ. അതും ആ ദൈവത്തിന്റെ ഏറ്റവും വലിയ വരദാനമാണ്. അപ്പം യൂട്യൂബ് ഉള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ജീവിതത്തിൽ ഒത്തിരി പാഠങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി പേരെ മനസ്സിലാക്കാൻ ഈ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റി. അതായത് ഒരാള് രക്ഷപ്പെട്ട് വരുമ്പോഴത്തേക്കും കൂടെ നിൽക്കുന്നവർക്കാണ് ഞങ്ങൾക്ക് മാത്രം കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഈഗോ, ആ ഒരു വർക്ക്ഔട്ട് ആയത് ഈ ഒരു ഇതിനകത്തൂടെയാണ് മനസ്സിലാക്കാൻ പറ്റുക. അല്ലെങ്കിൽ ഇന്നും പൊട്ടനായിട്ട് തന്നെ ഇരുന്നേനെ. അപ്പം അതും ഏറ്റവും വലിയൊരു കാര്യമാണ്. എല്ലാം മനസ്സിലാക്കാനും എല്ലാം മനസ്സിലാക്കി തരാനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഇടവരുത്തി. അപ്പം വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ഈ പ്ലാറ്റ്ഫോമിനുപരി ഇതിനകത്തുള്ള ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഓരോ സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും അത്ര ഇമ്പോർട്ടന്റ് ആണ് നമുക്ക്. അപ്പൊ അതാണ് ഈ ഒരു ജേർണിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഒത്തിരി വൈകി കൂടി പോകുന്നുണ്ടെന്ന് പറയുന്നത്. ജിബി മോൾ മാത്യു കുഞ്ചസ് പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ ഒരു ബാങ്ക് ടെസ്റ്റ് പാസ്സായില്ല. അതിനെന്താ പറ്റി? അത് പിന്നീട് അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി കോഡൊക്കെ ആക്റ്റീവ് ആണ്. SBI ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ഇതാണ്. അപ്പൊ അതിപ്പോ വേണമെങ്കിൽ വർക്ക് ചെയ്യാം, പക്ഷെ അതിനുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. സുദീക്ഷ രാജു, കുമാരിയമ്മയ്ക്ക് എങ്ങനെയുണ്ട് ചേച്ചിനും ചേട്ടനും ആമി ലച്ചു, അമ്മേനെ അച്ഛനെ എല്ലാവർക്കും കുറെ ഇഷ്ടം. വേറെ ഒന്നും പറയല്ല, ചോദിക്കാനുള്ള. താങ്ക് യു മോനെ. അമ്മയ്ക്ക് അമ്മ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ. സോന ഷൈജു, ഒരവസരം കിട്ടിയാൽ കുഞ്ചൂസ് ഇനിയും മുടി ഡൊണേറ്റ് ചെയ്യുമോ? നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. മുടി ഞാൻ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് എനിക്ക് ഇപ്പൊ താല്പര്യം. എല്ലാവരും പറഞ്ഞവർ എന്റെ തലയിൽ അത് കയറി. മുടി വളരുവാണ് നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. അതെ, വളർന്ന് ഇറങ്ങട്ടെ. എങ്ങനെയാണ് വളർന്ന് ഇറങ്ങിട്ട് നമുക്ക് വെട്ടിട്ട് വീണ്ടും ഇങ്ങനെ ആക്കാം. അതെ. ജയൻ വിജയ, അപ്പുമോനെ കുഞ്ചൂസേ സ്നേഹമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു നെഗറ്റീവും പറയാതെ വീഡിയോ ചെയ്യണം. ഉറപ്പായിട്ടും അമ്മ, നമ്മൾ നെഗറ്റീവ് പറയാൻ ആഗ്രഹിക്കുന്നില്ല. മക്കൾ വളർന്നു വരികയാണ്, ആരെങ്കിലും ഒന്നും പറയരുത്. എങ്കിലും ചിരിച്ച് പോസിറ്റീവായിട്ട് ഇരിക്കുന്നത് കാണാനാണ് ഇഷ്ടം. നിങ്ങളെല്ലാം അനുഗ്രഹം ഉണ്ടാകട്ടെ. മുത്തുമണികളെ അന്വേഷിച്ചായി പറയുക. ഓൾ ദി ബെസ്റ്റ്. ഉറപ്പായിട്ടും ജയൻ വിജയാമ്മയാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ സമയം ഉറപ്പായിട്ടും നമ്മൾ കുഞ്ഞുങ്ങൾ വളർന്നു വരികയാണ്. അതുകൊണ്ടാണ് പലപ്പോഴായിട്ട് ഒരു കാര്യങ്ങളും മിണ്ടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് ആരായാലും സംസാരിക്കില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് സംസാരിക്കുന്നതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും നടന്ന കാര്യങ്ങളെക്കാളും കൂടുതൽ നടക്കാത്ത കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞ് ആയി വരുന്നുണ്ട്. അപ്പൊ നാളെ ഒരു കാലത്ത് നമുക്കൊന്നും പറയാൻ പറ്റാതായി പോകരുത്. ഇപ്പോഴേ നമ്മളതെല്ലാം ബ്ലോക്ക് ചെയ്യിക്കാന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. അടുത്ത സിനി ഡേവിഡ്, അപ്പൂസ് കുഞ്ചൂസ് എപ്പോഴും മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഒരു ശ്രദ്ധ വേണം. പുതിയ ഷോപ്പ് തുടങ്ങിയതിന് ശേഷം വന്ന മാറ്റങ്ങൾ. ആമി ഷോപ്പ് ഉള്ളപ്പോൾ തിരക്കായിരുന്നു, വീഡിയോ പോലും ഇടാൻ സമയമില്ല. ഇനിയും അത് തുടരുമോ? ആരോഗ്യം ശ്രദ്ധിക്കാൻ രണ്ടുപേരും ആമിച്ചൻ പ്ലേ സ്കൂളിൽ പോയി തുടങ്ങിയെന്ന്. ഉറപ്പായിട്ടും ആരോഗ്യം രണ്ടുപേരും ശ്രദ്ധിക്കും. ആമിച്ചൻ പ്ലേ സ്കൂളിൽ പോയി തുടങ്ങിയില്ല, വിടണം. രമ്യ വിഷ്ണു, അപ്പു കുമാരിയമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ? നിങ്ങളെല്ലാവരും ഒരുപാട് ഇഷ്ടമായി. ആമി മോളെ പ്ലേ സ്കൂളിലാക്കിയോ? ഇനി പിന്നെ വാവിച്ച് എല്ലാ ദിവസവും വിളിക്കും കേട്ടോ. പ്ലേ സ്കൂളിൽ നമുക്ക് തിങ്കളാഴ്ച വിട്ട് വിടാവേ. സുചിത്ര ചേച്ചിക്ക് മാരേജ് ആയോന്ന്? സുധിന്റെ ഇല്ലില്ല, മാരേജ് ആയിട്ടില്ല. നിത്യ 8739, വാവച്ചിക്ക് സുഖമല്ല. എന്നോട് അവള് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചേക്കില്ല കേട്ടോ. ചേട്ടാ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെ, എനിക്കിപ്പോഴും കല്യാണം ഉണ്ട്. നിത്യ, വാവച്ചിക്ക് സുഖമല്ലേ? ജോബ് ആയോ? വാവച്ചിക്ക് സുഖമായിട്ടിരിക്കുന്നു. ജോബ് ആയിട്ടുണ്ട്, പക്ഷെങ്കിൽ വിസ ഇതുവരെ ആയിട്ടില്ല കേട്ടോ. ഗൗരി ലക്ഷ്മി, വീട് കഴിഞ്ഞാൽ
എന്റെ അടുത്ത ലക്ഷ്യം. കുഞ്ചൂസിന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലും ഒന്ന് അപ്പു ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുമല്ലോ. അവൾ ആഗ്രഹങ്ങളെല്ലാം പറയാറുണ്ട്. അവൾ ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയല്ല. അപ്പപ്പോ എന്നോട് വൈകിട്ട് പറയും. അപ്പപ്പോ ഞാൻ സാധിച്ചു കൊടുക്കാറുണ്ട്. ഒത്തിരി വലിയ ആഗ്രഹങ്ങളൊന്നും, അതായത് ഇപ്പൊ നമുക്ക് പാരീസിലൊക്കെ പോകണം എന്നുള്ള ആഗ്രഹമൊന്നും ഇപ്പൊ സാധിക്കാൻ നമുക്ക് പറ്റത്തില്ല. പറഞ്ഞിട്ടില്ല. തുടക്കത്തിൽ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അത് എനിക്ക് പറ്റത്തില്ല. കാരണം നമുക്ക് അവിടെ ലോക്കാക്കി വെച്ചേക്കുമല്ലേ പാസ്പോർട്ട് കിട്ടാതെ. അതുകൊണ്ട് കേട്ടോ. പിന്നെ അതിനുള്ള ഒരു സെറ്റപ്പിൽ ആയിട്ടും ഇല്ല. നമ്മളെല്ലാം കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് വേണം ഇതിനകത്തൊക്കെ നമുക്ക് ഇറങ്ങാനായിട്ട്. പ്രായമൊന്നും ആയില്ല. യൂസർ ആർ യു? ഹായ് അപ്പു, ഞാൻ കൊല്ലത്ത് നിന്ന് നാജിറ. സുഖാണല്ലോ? നിങ്ങൾക്ക് ആമിമോക്കും ലച്ചുമോക്കും ചക്രമോ കുമാരിമ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ബിന്ദു കോശിയെ 302. ഹായ് വെല്ലിച്ചാച്ചൻ, വെല്ലിമ്മച്ചി തുടങ്ങിയ എല്ലാവരും ഇഷ്ടമാണ്. എല്ലാവരും നിങ്ങളുടെ സ്നേഹം അറിയിക്കുമല്ലോ. ഉറപ്പായിട്ടും അറിയിക്കുക കേട്ടോ. ആതിര RS, കുമാരിയമ്മയ്ക്ക് എങ്ങനെയുണ്ട്? വേദന കുറവുണ്ടോ? കുമാരിയമ്മ ചെറുതായിട്ട് മുക്കറിയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേങ്കിൽ കാല് കുത്താൻ പറ്റുമല്ല കേട്ടോ. ബിന്ദു ശശി അമ്മേ ഹായ്. ആമിക്ക് സഹസ്രനാമം ചൊല്ലി കൊടുക്കാൻ കേട്ടോ. കാരണം എനിക്ക് അവളെ ഒന്ന് ഇരിക്കാനായിട്ടുള്ള ഇതിലോട്ട് ആയിട്ടില്ല. അവൾ ഓടി നടപ്പാണ് പരിപാടി. അതാണ്. എല്ലാവർക്കും സുഖമല്ലേ? കുമാരിയമ്മയ്ക്ക് വേദന കുറഞ്ഞോ? വാവ വിളിക്കാറുണ്ട്. കുമാരിയമ്മയ്ക്ക് വേദനയുണ്ട്. ഇൻഫെക്ഷൻ ഇടയ്ക്ക് ആയായിരുന്നു. ആരോടും പറയാതിരുന്നതാണ്. കുറച്ച് 2 ആഴ്ച മുമ്പല്ലേ നമ്മൾ ആശുപത്രിയിലൊക്കെ പെട്ടെന്ന് മാറി. 2-3 ദിവസം ആശുപത്രി കൊണ്ടുപോയി. ഓക്കെ ആയി. പതിയെ ഓരോന്ന് ആയിട്ട് ചെയ്താൽ മതി. നന്നായി പ്രാർത്ഥിക്കും ഉറപ്പായിട്ട് അമ്മേ. ഗായത്രി, ആമി മോളെ പ്ലേ സ്കൂളിൽ ചേർത്തോ? ഇല്ലല്ലോ, ചേർക്കണമല്ലോ. ജിൻഷാസുരന്റെ വെട്ടുകേസ് എന്തായി? അന്ന് പോയിട്ട് വെട്ടുകേസ് മാറ്റി വെച്ചെടുത്തോ? അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത മാസം. അദ്വൈത് ഹായ് പറയാവൂ? ഹായ്. ജലി, ഈ ഷർട്ട് അപ്പൂവിന് നല്ല ഭംഗിയുണ്ട്. അതാ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അഞ്ജലി ഷിജോ ഹായ്. അപ്പു കുഞ്ചു നിങ്ങളെ എന്റെ സ്വന്തം അനിയനും അനിയത്തിയായി കാണുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞ ഇനി തുടങ്ങുന്ന കട 4 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളുടെ. കാരണം എനിക്ക് 3 കുട്ടികളുണ്ട്. ഒരാൾ 4, 9, 12. അപ്പൊ എനിക്ക് മേടിക്കാൻ പറ്റില്ല. എന്റെ മക്കളോട് ഉറപ്പായിട്ട് ചോദിച്ചു. കാരണം നമ്മൾ ഈ 3 വയസ്സ് വരെയാണ് ഇപ്പം മെയിനായിട്ട് നമ്മുടെ കടയിലുള്ളത്. 5 വയസ്സ് നമ്മൾ കുറച്ച് 3 വയസ്സ് വരെ ആക്കി. കാരണം ഒരു ഏജ് ഗ്രൂപ്പ് വരുന്നത് 0 to 3 month, 3 to 6, 6 to 9, 9 to 12, 12 to 18, മാക്സിമം 18 to 24. പിന്നെ അതിന് ശേഷം 3 വയസ്സിൽ നമ്മൾ സെപ്പറേറ്റ് എടുക്കണം. അതുകൊണ്ട് പിന്നെ ഫാഷൻസ് എല്ലാപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ ഒത്തിരി ഷോപ്പുകളുണ്ട്, തുണിക്കടകളായിട്ടുള്ള. അപ്പം അവരെ കളക്ഷൻസ് മാറി നടന്നുകൊണ്ടിരിക്കും. നമുക്ക് ഒത്തിരി കളക്ഷൻ നമുക്ക് അത്രയ്ക്ക് വലിയ അതുകൊണ്ടാണ് നമുക്ക് തുടങ്ങാം കേട്ടോ. അടുത്തത് ഷൈജ ഷാഫി. അപ്പു കുഞ്ചു, അമിച്ച ലച്ചൂട്ടി ചിറ്റാമ്മ, അമ്മ അച്ഛ എല്ലാവർക്കും സുഖാണോ? ലവ് യു ഫാമിലി. ഇനി കാര്യങ്ങളെത്തിട്ട് ഒരുപാട് നന്ദി ചേച്ചി. താങ്ക് യു. സജീന ഹായ്. ജിഷ ഹായ്. കുഞ്ചൂസെ അപ്പു ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുക. എല്ലാ മക്കളെ നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങൾക്ക് വലുത്. ഗോഡ് ബ്ലെസ് യു മക്കളെ. ആമിച്ച ലച്ചൂസെ, അച്ഛ കുമാരിയമ്മ, ചിറ്റാമ്മ, വാവ എല്ലാവരും തിരക്കിയെന്ന് പറയണേ. വാവ ദുബായിൽ വിശേഷങ്ങൾ എന്താണ്? സുഖമായിട്ടിരിക്കണേ. ഇവിടെ മോനി, ഇവിടെ ഹൈദരാബാദ് കുറെ ഫാമിലി ഉണ്ട്. മോനെ വീഡിയോസ് കാണുന്നേ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഹൈദരാബാദിലുള്ള എല്ലാവർക്കും ഹായ് കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ ഇട്ട കാര്യം അവരോട് പറഞ്ഞു മോനെ. അപ്പോൾ അവർ നോക്കി ഉറപ്പായിട്ട്. ജിഷി ചേച്ചിയുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് ഹായ്, ഒരുപാട് സ്നേഹം കേട്ടോ. രേഖ ഒന്നും ചോദിക്കാനില്ല. ഹായ്. ദീപ സുരേഷ് ഒരു ഹായ് പറയോ? ഹായ്. അഞ്ജലിക്ക് സന്തോഷ് വിളിക്കാറുണ്ടോ? പേര് വായിക്കുന്നില്ല. ഇല്ല, വിളിക്കാറില്ല. അനു സജി. പ്രിയങ്കാപ്പി എവിടെയാ? അപ്പൂ കുറേ ആയാലും. പ്രിയങ്കാപ്പി ഇടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൂവിന്റെ LLB പഠിത്തം എന്തായി? ഉണ്ട്. തല്ലു വേണ്ട. അടുത്ത മാസം എക്സാം ആണ്. എല്ലാവരും പ്രാർത്ഥിക്കുക. ബിപിൻ മേഘ ഹായ്. ഞാൻ മേഘ ആണ്. മെസ്സേജ് കാണാതെ പോകരുത്. ഹായ് മേഘ. ഹായ്. ശ്രീലക വാവിച്ച് വിളിക്കാറുണ്ടോ? ജോലി റെഡിയായോ? വാവിച്ചക്ക് ജോലി റെഡിയായി, വിളിക്കാറുണ്ട്. കുഴപ്പമില്ല. ബിന്ദു ശശി, ബിന്ദു അമ്മ. അപ്പൂസ് കുഞ്ചൂസ് എന്നും ചെറിയൊരു വീഡിയോ എങ്കിലും ഇടുക. പിന്നെ ആമിമോൾ ഇപ്പൊ തന്നെ എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമം ജയിക്കുക, കേൾപ്പിക്കുകയോ കേട്ട് കുഞ്ഞുങ്ങൾ അത് പഠിക്കട്ടെ. അവർക്ക് നല്ല അവരുടെ ലൈഫിൽ അത് നാളെ ഉറപ്പായിട്ട് ഉപകാരപ്പെടുന്നുണ്ട് ഉറപ്പായിട്ടും. കാരണം നമ്മുടെ മെന്റൽ ശക്തിയും കാര്യങ്ങളും എല്ലാം, അതായത് നമ്മൾ ഓർത്തിരിക്കാനായിട്ടും ഒക്കെ മെമ്മറി ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് ലളിതാ സഹസ്രനാമവും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് നല്ലതാണ്. നമ്മൾ എപ്പോഴും പറഞ്ഞു തരാറുണ്ട്. അതാണ് കേട്ടോ. ലേഖ ആന്റണി, മോനെ ഇനിയും വീട് പണിക്കൂടെ നടക്കണം. എത്രയും വേഗം കേരദാസം കൂടെ എനിക്ക് വരണം കേട്ടോ. ഉറപ്പായിട്ടും അമ്മേ. ലേഖ നമ്മുടെ ബാംഗ്ലൂരുള്ള അമ്മയാണ്, ഇവിടെ വരാറുണ്ട് കേട്ടോ. റീന മോൾ കുര്യൻ. ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ്. ഐ ലവ് യു ഫാമിലി ഫ്രം ഇസ്രയേൽ. ഹായ് ചേച്ചി. താങ്ക് യു സോ മച്ച്.
അജു ഡോയി. കുമാരിയമ്മ ഇപ്പൊ എങ്ങനെയുണ്ട്, പുതിയ ഷോപ്പ് എങ്ങനെ പോകുന്നു? പുതിയ ഷോപ്പ് നന്നായിട്ട് തന്നെ പോകുന്നു. അവിടെ ഓൺലൈനാണ് കൂടുതലും പോകുന്നത്. കസ്റ്റമേഴ്സ് കുഴപ്പമില്ല, ഇറങ്ങി വരുന്നുണ്ട്. അതാണ് സന്തോഷം. അതെ, ഇന്നലെ ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ എന്താ മറ്റേ ഇപ്പൊ ബാഗ് അതേപോലെ ഇത് ബേബി ഷവറിനുള്ള ഐറ്റംസ് അന്വേഷിച്ച് വന്നാണ് കേട്ടോ. സന്തോഷ് ചേട്ടൻ, അച്ചായി, ചിറ്റാമ്മ, വാവച്ചി, അമ്പിളിച്ചേച്ചി ഫാമിലി എല്ലാം സുഖാലി. സബിൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഇന്നലെ ഉപ്പറയിന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ട്, അതായത് ഇങ്ങോട്ട് മാവേലിക്കരയിലോട്ട്. അവിടെ അമ്മ ഓക്കെ അല്ലേ? ഓക്കെയാണ്. വിളിക്കുമ്പോൾ എല്ലാ അന്വേഷണം പറയാം കേട്ടോ. ദിവ്യ മരിയം മാർട്ടിൻ, യുവർ ഡ്രീം ഹോം പെട്ടെന്ന് റെഡി ആവട്ടെ ഉറപ്പായിട്ടും. സജിത, കിണർപ്പണി പൂർത്തിയായി, എല്ലാം കഴിഞ്ഞ് കിടക്കുന്നു കേട്ടോ. ഗായത്രി, പുതിയ കടയിലേക്ക് കച്ചവടം എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. കുമാരിയമ്മയെ പിന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചു. ഡോക്ടർ എന്താണ് പറഞ്ഞു? 9 ദിവസത്തിനുള്ളിൽ കാണിക്കണം കേട്ടോ. അവയുടെ ദുബായ് വിശേഷങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഉറപ്പായിട്ടും. അവള് വീഡിയോ എടുത്ത് അയച്ചു തരാത്തോണ്ടാണ് ഉൾപ്പെടുത്താത്ത കേട്ടോ. ആള് ഇത്തിരി മടിയൊക്കെയാണ്. എങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയ മടിയാണ്. അതാണ് ശ്രീലേഖ. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ നമ്മുടെ പോലെ പ്രൈവസി ഇല്ലല്ലോ. ഫോൺ പിടിച്ചിട്ട് ഒരാളുടെ വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ ഒരാള് അതിനകത്ത് ഇൻക്ലൂഡ് ആയിപ്പോയിട്ട് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ എന്തൊക്കെ വിഷയം. ശ്രീലേഖ, അപ്പു സബിൻ ഇപ്പോൾ വീഡിയോ ഒന്നും ഇടുന്നില്ല, എന്ത് പറ്റി? അവൻ വീഡിയോ ഇടുന്നില്ല. അത് അവൻ വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയിട്ട് നടക്കുന്നതാണ്. കല്യാണം കഴിഞ്ഞോ? ഇല്ലില്ല. വീട് പണി തുടങ്ങാൻ പറ്റുമോ? സമയം നോക്കണം കേട്ടോ. വീട് പണി ഉടനെ ഇല്ലമ്മേ, സമയമൊക്കെ നോക്കണം. കിണറൊക്കെ ആയി. ലോൺ എടുക്കുന്നില്ല ഇപ്പം. വീട് പണി ചെയ്യുന്നെങ്കിൽ മൊത്തം റെഡി ആയിട്ട് കയറാം. ഉറപ്പായിട്ടും മൊത്തം റെഡി ആയിട്ട് കയറാത്തുള്ളൂ. ഇച്ചിരി ചെയ്യാൻ നിൽക്കാതെ മൊത്തം റെഡി ആക്കിയിട്ട് കയറുക. യെസ്, അത് തന്നെ. അനുഭവം കൊണ്ട് പറയുക. പണം കാണില്ല, അറിയാൻ. കടം ആയാലും വൃത്തിയായിട്ട് കയറുക. കുറച്ച് കടം തീർക്കാം കേട്ടോ. അപ്പം നെഗറ്റീവ് പറയുകയല്ല കേട്ടോ. നിങ്ങളോടുള്ള ഇഷ്ടങ്ങൾ ഉറപ്പായിട്ടും അമ്മേ നമുക്ക് നമ്മുടെ കടമെല്ലാം തീർന്നതിന് ശേഷം, മൊത്തം തീർന്ന് ഒരുപാട് ലോണൊന്നും അല്ല, ചെറിയൊരു ലോൺ. ഇപ്പം പേഴ്സണൽ ലോൺ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആ ലോൺ കംപ്ലീറ്റ് കറക്റ്റ് അടവാണെങ്കിൽ നമുക്ക് ക്യാഷ് കുറച്ചുകൂടി കൂടുതൽ കിട്ടും. അപ്പം വലിയ ലോണൊന്നും എടുക്കാതെ അത്യാവശ്യം നമുക്കൊരു പണി തീരുന്ന പൈസ, അത്രയും പൈസ നമ്മൾ സേവിങ്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇറങ്ങത്തുള്ളൂ. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. എന്നാൽ ഇച്ചിരി വെച്ചോണ്ട് അങ്ങനെ കിടക്കത്തേ ഉള്ളൂ. അത് കടന്നു പോകാം. അഞ്ജലിക്ക് സന്തോഷം. ഇടുക്കി വീട്ടിലേക്ക് മടങ്ങി പോകുന്നുണ്ട്. എന്റെ അമ്മി ആ ചോദ്യയുടെ ബഹിഷ്കരിച്ചിരിക്കുന്നത്. ജിഷ സാബു, അപ്പൂസ് കുഞ്ചൂസ്, ഞാനൊരു കൺസൾട്ടേഷൻ ആണ്. എന്റെ മോളുടെ ചാനല് അഞ്ജുശ്രീ വ്ളോഗ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചേച്ചി. ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ നമുക്ക് ഒത്തിരി പേര് വരച്ചിട്ടുണ്ട്. എനിക്ക് ഈയിടെ ചേച്ചി ഒരു മറ്റേ ചേച്ചിയാണ്. അപ്പൊ ചേച്ചി ക്യാൻസർ അതിജീവിതയാണ് ശരിക്കും പറഞ്ഞാലും. അപ്പം ചേച്ചി ഒരു ഫ്ലവറിന്റെ അത് ന്യൂസിൽ എന്ത് ഇതിലിട്ടുണ്ട്. അപ്പം ചേച്ചി കുഞ്ഞിന് അത്രയും പ്രായമായപ്പോഴാണ്. ഇപ്പൊ കുഞ്ഞ് 10ാം ക്ലാസ് റിസൾട്ട് വന്നു, നല്ല പെർസെന്റേജ് മാർക്കാണ്. അപ്പൊ അതിന്റെ ഒരു സെലിബ്രേഷൻ ഒക്കെ നടക്കുന്നത്. അപ്പം ചേച്ചി ഒന്നുമില്ലായ്മയിൽ നിന്ന് ചേച്ചി ഇന്നിപ്പോ ഓർക്കിഡിന്റെ പല വെറൈറ്റി ഓർക്കിഡ് ഐറ്റംസ്, എല്ലാ ചെടിയും ഉണ്ട്, എല്ലാ വെറൈറ്റീസും ഉണ്ട്. അപ്പം ചേച്ചിയുടെ അടുത്താണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ചേച്ചി ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വന്നു. അപ്പം ഇപ്പം ക്യാൻസറിന്റെ പ്രശ്നങ്ങളെല്ലാം മാറി. അപ്പം നമുക്ക് ഒത്തിരി പേരെ ഇപ്പൊ അറിയാം ക്യാൻസറിൽ നിന്ന് അതിജീവിച്ച് വരുന്നത്. അതായത് മെന്റൽ സ്ട്രെങ്തിന്റെ കൂടെ ഒരു ഭാഗമാണ്. നമ്മൾ കൂടുതലായിട്ടും വിശ്വസിക്കുക, നമുക്കൊന്നുമില്ല, നമുക്ക് മാറുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക. നമുക്ക് അറിയത്തില്ല ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്തുവാന്ന് കറക്റ്റായിട്ട്. അത് വരുന്നവർക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ. നമ്മൾ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കുക, വെച്ച് മാറാനായിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. കൂടുതൽ സ്ട്രെസ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞിനടുത്ത് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുക. അവരുടെ കാര്യം മാത്രം എപ്പോഴും ഫോക്കസ് ചെയ്ത്, അതേപോലെ ചേച്ചി ഫുഡൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കുക കേട്ടോ. കുഞ്ഞിന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാവേ. കുഞ്ഞിന്റെ ചാനലാണ് അഞ്ജു ശ്രീ വ്ളോഗ് കേട്ടോ. അഞ്ജു ശ്രീ വ്ളോഗ് എന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അഞ്ജു ശ്രീ വ്ളോഗ് ഓക്കെ, ഞാൻ കമ്മ്യൂണിറ്റി ഇട്ടോളാം കേട്ടോ. ഓക്കെ, അപ്പം ഫുൾ കമന്റ്സും വായിച്ചിട്ടുണ്ട്. ഫുൾ കമന്റ്സും സന്തോഷം നോക്കിയേ. ഉറങ്ങി രാവിലെ എണീറ്റ് പോയതല്ലേ, ഉറങ്ങി നേരത്തെ. സാധാരണ നേരത്തെ എണീറ്റ് നമുക്ക് ശീലമില്ലേ. നമ്മൾ ഇന്നലെ കിടന്ന 3 മണി ഏകദേശം ആയി. അപ്പൊ 6 മണിക്ക് എണീറ്റ് പോകുമ്പോഴത്തേക്ക് 3 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇനിയിപ്പോ ഉറങ്ങണം. ഇപ്പൊ നമുക്ക് Q&A മസ്റ്റായിട്ട് നമുക്ക് ചെയ്യണമല്ലോ. കാരണം അപ്പുറത്ത് നമ്മളിപ്പോ ചെയ്താലേ ആ ചേച്ചിക്ക് 1 മണിക്കൂർ കഴിയുമ്പോൾ വീഡിയോ ചെയ്യാം. കാരണം നോക്കിയിരിക്കുകയാണ് ചേച്ചി. ഇപ്പം കണ്ടുപാടെ ഓടി ഉറങ്ങി തുള്ളി പോയിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഇപ്പൊ ആ ചേച്ചിക്ക് വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇട്ടാലേ ചേച്ചിക്ക് 4 മണിക്ക് ഇപ്പൊ ഇടാൻ വേണ്ടി പറ്റുള്ളൂ. അല്ല ചേച്ചിയല്ല, അമ്മ, സോറി, ചേച്ചിന്ന് വിളിക്കുന്നതിന് സോറി കേട്ടോ. അമ്മയ്ക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടെ നേരത്തെ ആക്കി ഇട്ടാണ്. അപ്പൊ എല്ലാവർക്കും ടാറ്റ കേട്ടോ. നമ്മളെ എല്ലായിടത്തും ടാറ്റ. എനിക്ക് ഇവർക്കെതിരെ വീഡിയോ ഇടുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യാതെ പുറത്തെ ചാനലിലേക്ക് റിയാക്ട് ചെയ്യുന്നത് എല്ലാവരും എന്നെ ക്ഷമിക്കണം. എനിക്ക് അവർ വലിച്ചു കയറി എനിക്ക് എന്നാലും എനിക്ക് സന്തോഷം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. കാരണം ചുമ്മാ പറയുന്ന കാര്യങ്ങൾ അതുപോലെ എന്നെ വൃത്തിയോടെ നമ്മളെ എന്നെ എന്തിനാ ഇത്രയും ടോർച്ചർ ചെയ്യുന്നത്, അവർക്ക് എന്നോട് രണ്ട് ഷോപ്പിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ ഞാൻ കാണും. നിങ്ങൾക്ക് നല്ലൊരു സ്ത്രീയാണേല്
നല്ല ഒരു സ്ത്രീയാണെങ്കിൽ ഇവര് ഈ സ്ത്രീ പക്ഷത്തെ നിന്ന് പറയാനായിട്ട് ഇപ്പം ഒരു അമ്മായിയമ്മ തെറ്റിയത് അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവർ നിൽക്കുന്നത്. ഓക്കെ, നിലകൊള്ളുന്നത് ഈ നന്മയുടെ ഈ നിറകുടത്തിന് അവരുടെ ചാനലില് ഇപ്പം ഇവളെ മോശമായിട്ട് എന്തെങ്കിലും പറയുന്ന അല്ലെ അത്രയും വൃത്തികേടായിട്ടുള്ള കമന്റ്സ് അപ്പോൾ ഡിലീറ്റ് ആയി. നിങ്ങൾ ഇത് ഇതിനകത്ത് ഇടല്ലേ കേട്ടോ, ഒന്ന് പറയാം. ഓക്കെ, ഇത്ര നന്മയുടെ നിറകേടായിട്ടുള്ള സ്ത്രീക്ക് അതേപോലെ ഭയങ്കര മോശമായിട്ട് വരുന്ന കമന്റ്സ് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഹെൽത്തി ക്രിറ്റിസിസംസ് ചെയ്യാം, നിങ്ങൾ ഇതുപോലത്തെ വൃത്തികേടുകൾ ഒഴിവാക്കൂ എന്നൊരു വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവരെ നമ്മൾ മാലാഖയായിട്ട് കണ്ടേനെ. ഇത് മാലാഖയുടെ മുഖം വെച്ചിട്ട് പിശാചിന് സ്വഭാവമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇനിയും പറഞ്ഞുകൊണ്ട് പറയുന്നത് എല്ലാ വൈരാഗ്യം ഉണ്ടല്ലോ. അപ്പൂസ് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും അപ്പൂസിന് എല്ലാം ഒന്നും എല്ലാ വൈരാഗ്യം എല്ലാ അമ്പും എന്റെ നേരെ മാത്രമേ എടുത്തുള്ളൂ. കാരണം എന്തുകൊണ്ടാണ് ചേച്ചി അങ്ങനെ പറഞ്ഞാലേ ഇവിടെ കൊള്ളുള്ളൂ. അതുകൊണ്ട് എന്നെ അപ്പൂച്ചേന്ന് എന്റെ അമ്മ എന്നെ വിളിക്കുന്നത് എന്നാ പറയാ, അപ്പൂച്ചേന്നാ വിളിക്കുന്നത്. സ്നേഹത്തോട് ഇതുപോലെ അപ്പൂച്ചേന്ന് വിളിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് മാത്രം എന്നെ മാത്രം കൊഞ്ചിപ്പേരുന്ന് വിളിക്കുന്നില്ല. എനിക്ക് അതിൽ നല്ല സങ്കടമുണ്ട്. പിന്നെ കൊഞ്ചപ്പ കൊഞ്ചിന്ന് പോലും അച്ഛയുടെ കൊഞ്ചപ്പ അതുണ്ട്. കൊഞ്ചപ്പന് മാണ്ഡ്രക്ക് ജെസിപുഷ് എന്നുള്ള പേരൊക്കെ ചേച്ചി അല്ല ശരി. അമ്മ എന്നെ അപ്പൂച്ചേന്ന് വിളിക്കുന്നതിനകത്ത് ഒരു പ്രത്യേക വാത്സല്യമുണ്ട്. അങ്ങ് തുടരുക. കാരണം എന്റെ അമ്മ അങ്ങനെ എന്നെ അപ്പൂച്ചേന്ന് വിളിച്ചിട്ടില്ല ഇതുവരെ. എന്റെ അമ്മയെക്കാളും മൂത്ത പ്രായമുള്ള ഈ ചേച്ചി അല്ല ഈ അമ്മ എന്നെ ഇങ്ങനെ വിളിക്കുമ്പോൾ എനിക്കൊരു അതിനകത്തൊരു പ്രത്യേക വാത്സല്യം ഒരു മാതൃസ്നേഹം ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ടൊരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ അതങ്ങ് തുടർന്നോണ്ടിരിക്കുക. അപ്പൊ നമ്മളും തുടർന്നോണ്ടിരിക്കുക. അപ്പൊ എല്ലാവർക്കും ടാറ്റ കേട്ടോ.